ലോകത്തിന്റെ ഏതു ഭാഗത്തും ദർസുകളിൽ നിന്ന് പഠിച്ച വലിയ വലിയ പണ്ഡിതന്മാരാണ് ആ കാലഘട്ടത്തിലെ അധർമ്മങ്ങളെയും അനീതികളെയും തുടച്ചു നീക്കി അള്ളാഹു പകർന്നു നൽകിയ ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിൽ നേർവഴിക്ക് ജനങ്ങളെ വഴി നടത്തി. നമ്മുടെ ഇമാമായ ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ദർസിൽ ഓതിപ്പടിച്ച് അനീതിക്കെതിരെ അധർമ്മത്തിനെതിരെ ശബ്ദിച്ച് വലിയ മാറ്റം ഭരണരംഗങ്ങളിൽ വരെ വരുത്തിയ മഹാനാണ്. ഹ്രസ്വകാല ജീവിതമാണെങ്കിലും ആ ജീവിതത്തിന്റെ 10 മടങ്ങ് പ്രവർത്തനങ്ങളാണ് ചുരുങ്ങിയ 5 പതിറ്റാണ്ടുകൾ കൊണ്ട് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു സമ്മാനിച്ചത്. അതിനാദ്യമായി രക്ഷിതാക്കളോട് എനിക്ക് ഉണർത്താനുള്ളത്, ദർസുകളുടെ നവോത്ഥാന പരിസരം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ, വീടുകളിൽ നല്ല ബുദ്ധിയുള്ള മിടുക്കന്മാരായ മക്കളെ ഈ രംഗത്തേക്ക് നമ്മൾ പറഞ്ഞേക്കും. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം അള്ളാഹുവിൻ്റെ ദീന് കൊണ്ട്, അള്ളാഹു നമുക്ക് അറിയിച്ചു തന്ന അറിവ് കൊണ്ട് നമ്മുടെ മക്കളിലൂടെ നല്ല മാർഗത്തിൽ മുന്നോട്ട് ഗമിക്കാൻ വേണ്ടി. ഇപ്പോഴുള്ള ദാരുണമായ അവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ, മക്കളെ മുഴുവനും തീർത്തും ഭൗതികന്മാരാക്കി മാറ്റി അവസാനം ഉമ്മ മരിക്കുമ്പോൾ ധാരാളം ഫർള് കിഫയായ വിഷയങ്ങൾ ഒരു പിടിപാടുമില്ലാത്ത മക്കളാണ് പല സ്ഥലങ്ങളിലും വർദ്ധിച്ചു വരുന്നത്. സങ്കടകരമാണ്. മക്കൾ 4-5 പേരുണ്ട്. കുളിപ്പിക്കുന്ന ആൾ എന്തെങ്കിലും ഒന്ന് സംശയം ചോദിച്ചു നോക്കുമ്പോൾ ഞാനൊന്ന് ഉസ്താദിനെ വിളിക്കട്ടെ എന്ന് പറയും. ഉസ്താദിനെ മൊബൈലിൽ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ കുളിപ്പിച്ചോളൂ, നേരം വൈകും എന്ന് പറയും. ആ കുളിപ്പിക്കപ്പെടുന്ന ഉമ്മയുടെ ശരീരം ശരിയായ രൂപത്തിൽ ആ കർമ്മം നടന്നിട്ടില്ലെങ്കിൽ ആ മക്കൾ മാത്രമല്ല അതിൻ്റെ ഉത്തരവാദികൾ, ആ നാട്ടിലുള്ള പ്രായപൂർത്തിയെത്തിയ എല്ലാ മനുഷ്യരും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. ഇൽമ് സ്വീകരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാനം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അത് നടന്നുകൊണ്ടിരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യവും അങ്ങനെയാണ്, ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൽ ലിയതഫഖഹു ഫിദ്ദീൻ. നിങ്ങളുടെ ഓരോ കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ ചെറിയ ചെറിയ അണുകുടുംബങ്ങളിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ, നല്ലൊരു വിഭാഗം ആളുകൾ എന്താ ഇറങ്ങിപ്പുറപ്പെടാത്തത്? ലിയതഫഖഹു ഫിദ്ദീൻ, ദീനിൽ വലിയ പാണ്ഡിത്യമുള്ളവരാകാൻ വേണ്ടി. അള്ളാഹുവിൻ്റെ ദീനിൽ എല്ലാ രംഗവും, വിശ്വാസം, കർമ്മം, ആത്മീയം തുടങ്ങി എല്ലാ രംഗങ്ങളിലും നിറഞ്ഞ പണ്ഡിതന്മാരായി തീരാൻ വേണ്ടി എന്താ പുറപ്പെടാത്തത്? ഒരു കുടുംബത്തിൽ ഒരു ആലിമില്ലെങ്കിൽ ആ കുടുംബത്തിൽ വരുന്ന വൈകല്യങ്ങൾ വിശ്വാസരംഗത്ത്, കർമ്മരംഗത്ത്, ആത്മീയ രംഗത്ത് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. അതിനേറ്റവും വലിയ പരിഹാരം ആ കുടുംബത്തിൽ തന്നെയുള്ള ആജ്ഞാശക്തിയുള്ള, നല്ല ബുദ്ധിയും തൻ്റെ ഇടവും മിടുക്കുമുള്ള ആളുകളെ ദീന് പഠിക്കുന്നതിന് വേണ്ടി പറഞ്ഞയക്കണം. അവിടെയാണ് ഉമ്മമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ഒരൊറ്റ മകനായിട്ടും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ഫാത്തിമ എന്നു പേരുള്ള ആ മഹദി അവർ വിജയിച്ചത് ആ ഒരു ഇൽമിന്റെ വഴിയിലേക്ക്, വിജ്ഞാനത്തിന്റെ വഴിയിലേക്ക്. മറ്റു പ്രതിബന്ധങ്ങളൊക്കെ തടസ്സമായി വന്നിട്ടും തരണം ചെയ്ത് സ്വന്തം മകനെ പറഞ്ഞയച്ചു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മക്കയിൽ വെച്ച് ധാരാളം അറിവുകൾ നേടി. നമ്മുടെ നാടിന്റെ പരിസരം പോലെ തന്നെ ചെറിയ തലങ്ങൾ, ഇൽമിന്റെ തലങ്ങളൊക്കെ നാട്ടിൽ വെച്ച് നേടും. എല്ലാ തലങ്ങളും, സ്കൂളിലെയും മദ്രസയിലെയും ആ തലങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി വിവിധ ഭാഗങ്ങളിലേക്ക് ആളുകൾ പറന്നു നടക്കും. പ്രാരാബ്ദങ്ങൾ ഉണ്ടെങ്കിലും എൻ്റെ മകൻ ഇൽമു പഠിച്ചുയർന്ന്
ഈ കുടുംബത്തിനും ഈ നാട്ടുകാർക്കും ഈ സമൂഹത്തിനും ഏറ്റവും നല്ല മാറ്റം വരുത്തുന്നൊരു മകനായി എൻ്റെ മകൻ മാറണമെന്ന് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ തീരുമാനിച്ചപ്പോൾ ആ തീരുമാനത്തിന് എതിരായി സ്വന്തം കുടുംബക്കാര് വരെ വന്നു. മദീനയിലേക്ക് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പോകുന്നതിനെ എതിർത്തത് ആ ഉമ്മയുടെ സ്വന്തം കുടുംബക്കാരാണ്. നമ്മളോട് പലരോടും പറയും, ആകെ ഒരു മകനല്ലേ ഉള്ളൂ, അതിനെന്താക്കണ്ടി, അതിനെ ഒരു പട്ടാള മേധാവാക്കിക്കൂടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഉപജീവന മാർഗത്തിന് ഏറ്റവും കൂടുതൽ ഐഡിയപരമായി ലാഭം കിട്ടുന്ന ഏതെങ്കിലും മേഖലകളിലേക്ക് തള്ളിവിട്ടുകൂടെ. അതിനേക്കാൾ ഏറ്റവും വലിയ ഫലം സ്വന്തം കുടുംബത്തിൽ കിട്ടുന്നത്, സാമ്പത്തികമായ സ്രോതസ്സുകളേക്കാൾ വലിയ മാറ്റം കിട്ടുന്നത് വൈജ്ഞാനിക രംഗങ്ങളിൽ നമ്മുടെ മക്കൾ, പേരമക്കൾ വളർന്നു വരുമ്പോഴാണ്. എന്തിനാണ് ഈ പഠിച്ച് ഇത്രയും തോന ആലിമീങ്ങളൊക്കെ ലോകത്ത് വർദ്ധിക്കുന്നത്? എന്തിനാണ്? ലിയുൻദിറൂ ഖൗമഹും ലഅല്ലഹും ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ദീന് പഠിച്ച് തഹ്സീൽ നേടി കർമ്മരംഗത്തേക്ക് ഇറങ്ങുന്ന പണ്ഡിതന്മാർ വ്യത്യസ്ത നാടുകളിൽ ചെന്ന് ദീനീ ഖിദ്മത്ത് ചെയ്യുമ്പോൾ കാണുന്ന ഒരുപാട് അജ്ഞതകളുണ്ട്, അനാചാരങ്ങളുണ്ട്. ഉപദേശിച്ച് ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തി അതെല്ലാം തിരുത്തണം. ഘട്ടം ഘട്ടമായി തിരുത്തി ജനങ്ങളെ സമുദ്ധരിക്കണം, നന്നാക്കണം. നമ്മുടെ കേരളത്തിൽ ഇത്രത്തോളം ആലിമുകൾ, പണ്ഡിതന്മാർ ഉള്ളതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഫാഖിൽ നിന്ന്, കുഫ്രിയത്തിൽ നിന്ന്, ബിദ്അത്തിൽ നിന്ന്, ഫിസ്ഖിൽ നിന്ന് ബഹുഭൂരിപക്ഷം ജനങ്ങളെ കാത്തു രക്ഷിച്ചു. വലിയ ദർസ് നടത്തിയ ഉഖ്റവിയായ ആലിമുകളിൽ ഇടം പിടിച്ച വലിയ മഹാനുഭാവനായിരുന്നു ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഉലൂമിഹി ഫിദ്ദാറൈൻ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി രാവും പകലും എപ്പോഴാണോ തനിക്കതിന് ഊഴം ലഭിക്കുന്നത് തടസ്സങ്ങളൊക്കെ മാറ്റിവെച്ച് കാരണങ്ങൾ വരട്ടെ എന്നിട്ട് പോകാമെന്ന് കാത്തു നിൽക്കാതെ കഠിനാധ്വാനം ചെയ്ത് ഇറങ്ങി നടന്ന ആ വലിയ ഗുരുവര്യർ, മഹാപണ്ഡിതൻ, കേരളത്തിലുടനീളം നടത്തിയ നവോത്ഥാനങ്ങളിൽ ഏറ്റവും വലുത് മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസ സംരക്ഷണമായിരുന്നു. നമ്മൾ ഇന്ന് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പല കർമ്മങ്ങളിൽ ഏറ്റവും വിശുദ്ധമായ കർമ്മമാണ് പരിശുദ്ധമായ ജുമുഅ ഖുതുബ. വിശുദ്ധ ഇസ്ലാമിന്റെ തനതായ ശൈലിയിൽ കേരളത്തിലെ ഉലമാഇനും സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ അതിന്റെ തെളിവുകൾ കോർത്തിണക്കി പഠിപ്പിച്ചു വന്നത് ആ മഹാനുഭാവനാണ്. അല്ലാഹു കൊടുത്ത ദർജ ഉത്തരോത്തരം ഉയർത്തട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ച വിഷയങ്ങൾ അത് കാലോചിതമായി ജനങ്ങളിലേക്ക് കൈമാറാൻ നല്ല ബുദ്ധിയുള്ള പണ്ഡിതന്മാർ ഇനിയും നമ്മുടെ സമൂഹത്തിൽ വളരണം. ആഴത്തിൽ പഠിക്കുന്ന, സമർത്ഥമായി തഹ്ഖീഖായി പഠിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാർ ഇനിയും ഉയർന്നു വരേണ്ടതുണ്ട്. പണ്ഡിതന്മാർ ഏറെയായി ഇനി ആവശ്യമില്ല എന്നാരും ചിന്തിക്കരുത്. മറുഭാഗത്ത് ബിദ്അത്ത് കൊടികുത്തി വാഴുകയാണ്. നമ്മുടെ പഠനരംഗം ശോഷിച്ചു പോകാൻ പാടില്ല. അല്പമൊക്കെ പഠിച്ചാൽ മതി എന്ന ചിന്ത വലിയ ആപത്താണ്. അവര് പഠനത്തിൽ മുഴുകി ഷർഹും ഹാഷിയയും ഹാമിഷും ഒക്കെ നോക്കി പഴയ കാലത്ത് നമ്മുടെ മുത്തഅല്ലിമുകൾ ദർസിൽ ഓതുന്നത് പോലെ ഇന്നവർ ഓതാൻ തുടങ്ങിയിട്ടുണ്ട് പല കോളേജുകളിലും. അതുകൊണ്ട് മുത്തഅല്ലിമുകളോട് എൻ്റെ ചെറിയൊരു ഉപദേശം, ഉസ്താദുമാരെ കഴിവിൻ്റെ പരമാവധി മുതലാക്കി കിട്ടുന്ന കിതാബുകളൊക്കെ നുള്ളിപ്പെറുക്കി അതിൻ്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ കറക്റ്റായി മനസ്സിലാക്കി മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ നിന്ന് എണ്ണിയെടുക്കാൻ നമുക്ക് മസ്അലകൾ ധാരാളം കിട്ടും. ആ മസ്അലകൾ ഒന്നും വിടാതെ, ആശയതലങ്ങൾ ഒന്നും വിടാതെ നമ്മൾ ഹൃദിസ്ഥമാക്കി പഠിച്ചു വെക്കുമ്പോഴാണ് ഇനിയും പുതിയ വാദങ്ങളുമായി ഉൽപ്പതിഷ്ണുക്കൾ മുന്നോട്ട് വരും. പണ്ഡിതന്മാരുടെ അസാന്നിധ്യം കാത്തു നിൽക്കുകയാണവർ. അള്ളാഹു നമ്മുടെ ഉലമാഇന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ അഭാവത്തിൽ എന്ത് ധൈര്യത്തിലായിരുന്നു വിദേഹത്തുകാർ വെല്ലുവിളി നടത്തിയിരുന്നത്. എത്ര ശക്തമായിട്ടായിരുന്നു കവലങ്ങളിൽ ഘോരഘോരമായി പ്രസംഗിച്ചിരുന്നത്.
ഞാനിപ്പോ വരുന്ന വഴിക്ക് നമ്മുടെ ആലിമീങ്ങൾ വാള് പറയും പോലെ നല്ല വശ്യമനോഹരമായ ശൈലിയിൽ ഒരു സ്ഥലത്ത് വാള് നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളേതെങ്കിലും പരിപാടി ആയിരിക്കും എന്ന് വിചാരിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ അല്ല, ബിദ്അത്തുകാരൻ നല്ല ശ്രവണ സുന്ദരമായ ശൈലിയിൽ ജനങ്ങൾക്ക് നല്ല വാള് പറയണം. ആയത്തും ഹദീസും ഒക്കെ ഓതി കിതാബുകളൊക്കെ തുറന്നു വെച്ച് നല്ല വാള് പറയാണ്. ആ വാളുകൾ നല്ല വാള് പറഞ്ഞ ശൈലിയിൽ നല്ല വാള് നടത്തും. ആ വാള് കേൾക്കുന്ന ആളുകൾ ഏതെങ്കിലും ഒരാളെ ഈമാന് ഫസാദായി കിട്ടണം, കർമ്മം തകരാറിലായി കിട്ടണം, ആത്മീയ രംഗം ശോഷിച്ചു കിട്ടണം. അതാണ് അവന്റെ ലക്ഷ്യം. അതിനുവേണ്ടി കഠിനാധ്വാന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദർസി കിതാബുകളിൽ പഴയകാലത്തുള്ള പണ്ഡിതന്മാർ പ്രാവീണ്യം നേടി ശരിയായി മുത്തല്ലിമീങ്ങളെ വളർത്തുന്നത് പോലെ നമ്മളെ പഴയ നിലവാരം എങ്ങനെയാണ്, അതിൽ നിന്ന് നമ്മൾ മാറുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അവരാ പഴയപടി സ്വീകരിച്ചുകൊണ്ട് ഇനി പൂർവോപരി ശക്തിപ്പെട്ട് വരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പണ്ഡിതന്മാര് നല്ലവണ്ണം കിതാബ് നോക്കി തഹ്ഖീഖാക്കുന്ന പണ്ഡിതന്മാരാണ് എല്ലാ കാലത്തും അവർക്ക് പേടി. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് മുഴുവനും പേടി പണ്ഡിതന്മാരെയാണ്. ആ പണ്ഡിതന്മാരെ ഹക്കായ നിലക്ക് ഓരോ ഘട്ടത്തിലും ശക്തിയുക്തം മറുപടി പറയുമ്പോൾ അവരുടെ വാദങ്ങളൊക്കെ ആരും സ്വീകരിക്കാതെ തുപ്പിക്കളയുകയാണ്. 3 വക്ത് നിസ്കാരം 2 വക്ത് നിസ്കാരം കൊണ്ട് വന്നിരുന്ന മൗലവി എത്രമാത്രം ആയത്തുകൾ ഉദ്ധരിച്ച് ഹദീസുകൾ ഉദ്ധരിച്ച് പണിപ്പെട്ട് ആളുകളെ ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാർ, അള്ളാഹു കൊടുത്ത ദറജേറ്റി കൊടുക്കട്ടെ, ആ വലിയ മഹാപണ്ഡിതനെ പോലെയുള്ള പണ്ഡിതന്മാർ ശക്തിയുക്തം ഗണ്ണിച്ചപ്പോൾ സഹോദരങ്ങളെ നമ്മുടെ ഈമാൻ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ആ പണ്ഡിതന്മാരുടെ ഇൽമ് വിതരണം ചെയ്തപ്പോൾ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആ ഇൽമ് സ്വീകരിച്ചു. ഒരു മറുപടിയായിട്ടും ഒരു വലിയ കാവലായിട്ടും വിശ്വാസ കർമ്മരംഗങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിനും വേണ്ടി അവരത് സ്വീകരിച്ചു. പഴയകാലത്തൊക്കെ അങ്ങനെയാണ്. സമൂലമായ മാറ്റം വരുത്തിയത് ഉലമാ ആണ്. അതുകൊണ്ടാണ് ഉഖ്റവിയായ ഉലമാഇനെ പറ്റി ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ലം യകുനിൽ ഉലമാഉ ഔലിയാ ലില്ലാഹ്. മറ്റൊരു റിപ്പോർട്ടിൽ ഇല്ലം യകുനിൽ ഫുഖഹാഉ ഔലിയാ ലില്ലാഹ് ഫലൈസ ലില്ലാഹി ബിവലിയിൻ. യഥാർത്ഥ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, ഉലമാ, ഉഖ്റവിയായ ആലിമുകൾ, അവർ അല്ലാഹുവിന്റെ ഔലിയാക്കളല്ലെങ്കിൽ പിന്നെ അല്ലാഹുവിന് വേറെ വലിയില്ല. ആ പണ്ഡിതന്മാർ ഇവിടെ വളർത്തുന്നത് വിശുദ്ധമായ ദീനിന്റെ തനതായ ശൈലിയെയാണ്. അതിലൊരു ഇഞ്ച് മാറ്റം വരുത്താൻ അവർ സമ്മതിക്കുകയില്ല. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മദീനയിൽ വെച്ച് ഇമാം മാലിക് റളിയല്ലാഹുവിൽ നിന്ന് ഇൽമു സ്വീകരിച്ചു. വർഷങ്ങളോളം പഠിച്ചു. 10-16 വർഷത്തെ പഠനത്തിന് ശേഷം ഉമ്മമാരെ, സഹോദരങ്ങളെ, ലോകത്ത് വന്ന മാറ്റം എന്താണ്? 1-2 മാറ്റങ്ങളല്ല, ധാരാളം മാറ്റങ്ങൾ വന്നു. ഇതുവരെ ജനങ്ങൾക്കറിവില്ലാത്ത ഒരുപാട് വിഷയങ്ങൾ വളരെ പ്രാമാണികമായി ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തെളിവ് സഹിതം ജനങ്ങളിലേക്ക് കൊണ്ടുവന്നു. ജനങ്ങളുടെ അധർമ്മങ്ങൾ മുഴുവനും തുടച്ചു നീക്കാൻ അവരുടെ ഇൽമ് ഇന്നും നമുക്ക് സഹായകമായി. ലക്ഷക്കണക്കിന് ഹദീത്ത് പഠിച്ചു വെച്ച ആ ഹദീത്ത് കൊണ്ട് അമല് ചെയ്ത് അതിൽ നിന്ന് മുസ്ലിങ്ങൾ ജീവിക്കാൻ നല്ലൊരു മാർഗരേഖ ഇജ്തിഹാദിന്റെ കഴിവിലൂടെ ജനങ്ങളിലേക്ക് സമുദ്ധരിച്ച് ക്രോഡീകരിച്ച് ശിഷ്യന്മാരിലൂടെ കൈമാറിയ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണി നമുക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്നതായി. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ, അവരുടെ മക്കൾ, പേരക്കുട്ടികൾ, അതുപോലെ തന്നെ അവരോടൊപ്പം നടന്നിരുന്ന സഹോദരിമാർ ആരും ജുമുഅ ജമാഅത്തിന് പുറപ്പെട്ടതായി നമുക്കറിവില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നമുക്കറിവില്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു രേഖയാണ്. കാരണം ഈ കാലഘട്ടത്തിൽ അതിനെ എതിർക്കുന്ന ആളുകൾക്ക് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പഠിച്ച ഹദീസിന്റെ കനത്തിനോട് ഒക്കുന്ന എത്രയോ ശതമാനങ്ങൾ കുറച്ചു കൊണ്ടാന്നാൽ അത്തരം ഒരു കഴിവ് പോലും ഇല്ലാത്തവരാണ് അതിനെ എതിർക്കുന്നത്.
ലക്ഷക്കണക്കിന് ഹദീസിൽ നിന്ന് ഉരുത്തിരിഞ്ഞെടുത്ത വിഷയമാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്തെങ്കിലും ഒരു പ്രത്യേകത ആ ജുമുഅ ജമാഅത്തിന് പോകുന്നതിന് സഹോദരിമാർക്കുണ്ടെങ്കിൽ സ്വഹാബിമാരും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും എല്ലാവരും അതിന് അനുവാദം കൊടുക്കുമായിരുന്നു. കാരണം ബഹുമതിയുള്ള മഹത്വമുള്ള കാര്യങ്ങളിൽ ഒരിഞ്ച് പോലും പിറകോട്ട് പോകാതെ പെറുക്കിയെടുക്കുന്നവരാണ് സ്വഹാബിമാരും സ്വഹാബി വനിതകളും. നിങ്ങൾ നോക്ക്, മദീന പള്ളിയിൽ അസ്ർ നിസ്കാരത്തിന് ശേഷം ഒരു സ്വഹാബി സുന്നത്ത് നിസ്കരിച്ചു. കുറെ സ്വഹാബിമാർ അത് നോക്കി നിന്നു. അസ്ർ ജമാഅത്ത് കഴിഞ്ഞാൽ ഒരു സുന്നത്ത് നിസ്കാരം ആരും നിർവഹിക്കലില്ല, എല്ലാവരും പിരിഞ്ഞു പോകലാണ് ദിക്റും ദുആവും കഴിഞ്ഞാൽ. ഒരു സ്വഹാബി അവിടെ നിസ്കരിക്കുന്നു. നിങ്ങൾ എന്താ നിസ്കരിച്ചത്? ഞാൻ സുന്നത്ത് നിസ്കാരം. എവിടുന്നാ അത് കിട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ അങ്ങനെ നിസ്കരിച്ചു. നിസ്കരിക്കാത്ത സ്വഹാബിമാർക്ക് മുഴുവനും മനസ്സിൽ വലിയ ദുഃഖം. ഞങ്ങൾക്ക് ആ സുന്നത്ത് നഷ്ടമായി പോയോ? ഒരു സുന്നത്തും വിടാതെ പെറുക്കിയെടുക്കുന്ന, ഒരു മഹത്വവും ഒഴിവാക്കാതെ കൊണ്ടു നടക്കുന്ന ശീലമുള്ള വലിയ ഔലിയാക്കളാണ് സ്വഹാബിമാരും സ്വഹാബി വനിതകളും. അവര് പരസ്പരം ചോദിക്കുന്നു, നമുക്ക് ആ സുന്നത്ത് നഷ്ടപ്പെട്ടു പോയോ? നിങ്ങൾ എവിടുന്നാണ് ഈ സുന്നത്ത് നിസ്കരിക്കുന്നത് കണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നത് ഞാൻ ഒരു ദിവസം കണ്ടു. കുറെ ആളുകൾ പോയി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്. അസ്ർ നിസ്കാരത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നിസ്കരിച്ചതായി നിങ്ങൾക്ക് അറിവുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്കങ്ങനെ അറിവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് കൂടുതൽ പേടി വന്നു. നമുക്കൊരു സുന്നത്ത് നഷ്ടമായോ എന്ന പേടി. ഒരു സുന്നത്തും ഒരു ഫർളും വിടാതെ കൊണ്ടു നടക്കുന്നവരാണ് ആ മഹാരഥന്മാർ. എന്തെങ്കിലും മഹത്വം ജുമുഅ ജമാഅത്തിന് പോകുന്നതിന് സ്ത്രീകൾക്കുണ്ടെങ്കിൽ അവർ കൽപ്പിക്കുമായിരുന്നു, സമ്മതിക്കുമായിരുന്നു. അതൊരു ചെറിയ സാക്ഷ്യപ്പെടുത്തലല്ല. ഒരു സുന്നത്തും വിടാതെ കൊണ്ടു നടക്കുന്നവർക്ക് വലിയൊരു പേടി. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പക്ഷേ ആ സുന്നത്ത് നിർവഹിക്കപ്പെട്ടത് എൻ്റെ വീട്ടിൽ വെച്ചല്ല, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ചാണ്. നിങ്ങൾ അവിടെ പോയി ചോദിക്കണം. ഈ അന്വേഷിക്കുന്ന സ്വഹാബിമാരാ വീട്ടിലെത്തി. ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അങ്ങനെ ഒരു സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടോ അസ്റിന് ശേഷം? മഹദി പറഞ്ഞു, ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആശങ്കയേറുകയാണ്. പക്ഷേ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അസ്റിന്റെ ശേഷമുള്ള സുന്നത്തല്ല അത്. അന്ന് എൻ്റെ വീട്ടിലാണ് തങ്ങൾ താമസിച്ചിരുന്നത്. ളുഹർ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ മുറ്റത്ത് രണ്ട് ടീം നിൽക്കുന്നത് കണ്ടു. രണ്ട് ഗോത്ര വിഭാഗങ്ങൾ. അവർക്കിടയിൽ രൂക്ഷമായ പ്രശ്നങ്ങളാണ്. അത് ഒത്തുതീർപ്പാക്കിയിട്ട് സുന്നത്ത് നിസ്കരിക്കാം എന്ന് കരുതി അവരെ വിളിച്ചു. മസ്ലഹത്ത് കൊണ്ട് തങ്ങൾ സംസാരിച്ചു. ആ മസ്ലഹത്തിന്റെ ചർച്ച അസ്റിന്റെ വാങ്ക് കൊടുക്കുന്നത് വരെ നീണ്ടുപോയി. അസ്ർ നിസ്കാരത്തിന്റെ സുന്നത്ത്, മുമ്പുള്ള സുന്നത്ത് വീട്ടിൽ വെച്ച് നിസ്കരിച്ച് തങ്ങൾ ജമാഅത്തിന് പുറപ്പെട്ടു. ളുഹറിന്റെ ശേഷമുള്ള സുന്നത്ത് നിർവഹിച്ചിരുന്നില്ല. ആ ളുഹറിന്റെ ശേഷമുള്ള സുന്നത്താണ് അസ്ർ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിർവഹിച്ചത്. അപ്പോൾ ഇത് കേട്ടപ്പോ സ്വഹാബിമാര് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഒരു സുന്നത്തും നമുക്ക് നഷ്ടമായിട്ടില്ല. ഈ രൂപത്തിൽ വിശുദ്ധ ദീനിന്റെ വിധികൾ, തീരുമാനങ്ങൾ, കാര്യങ്ങൾ, ഫർളും സുന്നത്തും, കറാഹത്തും ഹറാമും ഖിലാഫുൽ ഔലയും ഒക്കെ കറക്റ്റായി നോക്കി സ്വീകരിക്കുന്നവരാണ് സ്വഹാബിമാരും സ്വഹാബി വനിതകളും. അവരുടെ ജീവിതം കറക്റ്റായി പഠിച്ച് മുഴുവനും ഹൃദിസ്ഥമാക്കി സൂക്ഷിച്ചു വെച്ച മഹാപണ്ഡിതനാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എതിർക്കാൻ പിൽക്കാലത്ത് ധൈര്യമുള്ള ഒരു പണ്ഡിതൻ വേറെ വന്നിട്ടില്ല. അത്രയും വലിയ പാണ്ഡിത്യമുള്ള ആ മഹാനുഭാവന്റെ വചനം ചോദ്യം ചെയ്യുന്നത് അല്പജ്ഞാനം കൊണ്ടാണ് സഹോദരങ്ങളെ. അത് എതിർക്കുന്നത് അല്പജ്ഞാനം കൊണ്ടാണ്. പണ്ഡിതന്മാരാണ് ഈ ഉദ്ധരണി പുറത്തേക്ക് വിട്ടത്. അപ്പോൾ ഈമാനുള്ളവരെ മനസ്സിൽ കൂടുതൽ ആശങ്ക ഒഴിവായവരെ മനസ്സിൽ സന്തോഷം വന്നു. വിശ്വസിക്കുന്ന, ആചരിക്കുന്ന വിശ്വാസാചാരാനുഷ്ഠാനങ്ങൾക്ക് ഭംഗമില്ല. ഹക്കായ മാർഗത്തിലൂടെയാണ് നമ്മൾ നീങ്ങുന്നത് എന്ന് കൂടുതൽ ഉറപ്പാവുകയാണ്. ഓരോ കാലങ്ങളിലും പണ്ഡിതന്മാർ ആ ദൗത്യം നിർവഹിച്ചു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പഠനകാലം കഴിഞ്ഞപ്പോൾ
കഴിഞ്ഞപ്പോൾ നിജ്റാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് ഒരു ഉദ്യോഗ ജോലി കിട്ടി. അവിടെ ഒരു ഓഫീസിലുള്ള വർക്ക് കിട്ടി. സർക്കാരിന്റെ പണിയാണ്. പല പണ്ഡിതന്മാരും പറഞ്ഞു ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവോട് നിങ്ങളത് ഏറ്റെടുക്കാൻ പോകണ്ട, സർക്കാർ ജോലി പറ്റാത്തത് കൊണ്ടല്ല, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പണ്ഡിതന്മാർക്ക് ആവശ്യമുണ്ട്, മുതഅല്ലിമുകൾക്ക് പഠിതാക്കൾക്ക് ആവശ്യമുണ്ട്. അവിടെ പോയി ഉപയോഗപ്പെടുത്തുന്ന ആ സമയം ഞങ്ങൾക്ക് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നഷ്ടമാകുമോ എന്ന് കരുതിയിട്ട് പലരും പറഞ്ഞു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവോട് അതിൽ നിന്ന് മാറാൻ. പക്ഷേ അമ്മാവന്റെ നിർബന്ധത്തിന് വഴങ്ങി കുടുംബത്തിന്റെ അഭിവൃദ്ധിയും ഐശ്വര്യവും വരട്ടെ എന്ന് കരുതി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജോലിയിൽ ഏറ്റെടുത്തു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പഠിച്ച വിവരമനുസരിച്ച് അവിടുത്തെ ഉസ്താദുമാർ ഗുരുവര്യന്മാർ കൈമാറി തന്ന വിവരമനുസരിച്ച് മുന്നോട്ട് നീങ്ങൂ. ഹക്കായ സംഗതിക്ക് മാത്രമേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കൂട്ടുനിൽക്കുകയുള്ളൂ. ബാത്തിലായ അന്യായമായ ഒരു കാര്യത്തിനും ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കിട്ടുകയില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഓഫീസിലെത്തിയത് അവിടെയുള്ള മറ്റൊരു ഉദ്യോഗസ്ഥന് വലിയ തലവേദനയായി. കാരണം അന്യായ മാർഗത്തിലൂടെ, അധർമ്മ മാർഗത്തിലൂടെ, അവിഹിത മാർഗത്തിലൂടെ അദ്ദേഹം വസൂലാക്കുന്ന സമ്പാദിക്കുന്ന പല വിഷയങ്ങൾക്കും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചോദ്യം ചെയ്യാൻ തുടങ്ങി. രേഖകളിൽ അവസാനം ഒപ്പുവെക്കേണ്ടത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ്. പക്ഷേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കൃത്യമായൊന്ന് വായിച്ചു നോക്കും. എന്നിട്ട് ശരീഅത്തിന്റെ അളവുകോലും കൊണ്ട് അതിനൊന്ന് അളക്കും. അള്ളാഹുവിന്റെ ദീനിന് എതിരായ കാര്യങ്ങളാണോ ഉത്തരവിട്ടത്, അത് പാസാക്കാൻ സമ്മതിക്കൂല, അനുവദിക്കൂല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തുറന്നു പറയും. അപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഓഫീസിലേക്ക് വന്നപ്പോൾ സ്വന്തം താല്പര്യം പലതും നടക്കാതെ വന്നപ്പോ മറ്റൊരു ഉദ്യോഗസ്ഥൻ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവോട് എതിർത്ത് ഭരണാധികാരിയായ ഹാറൂൻ റഷീദിന് കത്തെഴുതി, ഇവിടെ ഖുറൈശികളിൽപ്പെട്ടൊരു പണ്ഡിതൻ വന്നിട്ടുണ്ട്, നിങ്ങളെ ഭരണത്തിന് എതിരാണ്, പല കാര്യങ്ങളും നടപ്പിലാക്കാൻ എന്നെ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ പിരിച്ചുവിടണം, അല്ലെങ്കിൽ പിടിച്ച് അറസ്റ്റ് ചെയ്യണം. നിരന്തരം ഹാറൂൻ റഷീദിന് കത്തെഴുതുകയാണ്. ഹാറൂൻ റഷീദ് ആ കത്തൊക്കെ അങ്ങനെ വായിച്ചൊരു ഭാഗത്ത് വെക്കുന്നു. ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പുറത്താക്കാൻ അവസാനം ആ മനുഷ്യൻ ചെയ്തൊരു ക്രൂരകൃത്യം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അലവിയാക്കളിൽപ്പെട്ട ഒരാളാണെന്ന് കൂടി കത്തിൽ എഴുതി. അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു വിഭാഗമുണ്ട്, അലവിയാക്കൾ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അലി റളിയല്ലാഹു അൻഹുവോട് വലിയ മഹബ്ബത്ത് പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. അവരിൽ ചില ആളുകളൊക്കെ ഭരണത്തിന് എതിരാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അതിൽ എണ്ണാൻ കാരണം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ മഹബ്ബത്തുള്ളവരാണ് അഹ്ലു ബൈത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം, ആ കുടുംബത്തിൽ ഏതൊരു മെമ്പറെ കണ്ടാലും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വലിയ ബഹുമാനമാണ്, അവരോട് വലിയ ആദരവാണ്. അവരെ ആദരിക്കുന്നത് പോലെ മറ്റാരെയും ആദരിക്കുന്നത് കാണാൻ കഴിയൂല. അത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ നിത്യ കാഴ്ചയാണ്. മഹാനവർകൾ എപ്പോഴും പറയുന്നൊരു വാക്കുമാണത്, ആലുൻ നബി ദരിയതി വഹുമു ഇലൈഹി വസീലതി അർജു ബിഹിം ത്വാഗദൻ ബിയദിൽ യമീനി സഹീഫതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം എൻ്റെ അത്താണിയാണ്, എൻ്റെ മാർഗമാണ്, എൻ്റെ വസീലയാണ്, എൻ്റെ മാധ്യമമാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും എനിക്ക് പോയി പറയാനുള്ള അത്താണികളാണ്. ഞാൻ അവരെ വല്ലാതെ സ്നേഹിക്കുന്നു, ഇഷ്ടം വെക്കുന്നു. കാരണം അവരെ സ്നേഹിച്ച് ഇഷ്ടം വെക്കുന്നത് കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് നാളെ പാരത്രിക ലോകത്ത് എൻ്റെ വലത്തേ കൈയിൽ എൻ്റെ കിതാബ് നൽകപ്പെടുമെന്നാണ്. ആ രൂപത്തിൽ ബഹുമാനിക്കുന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം. ഈ കുടുംബത്തോടുള്ള അവാച്യമായ സ്നേഹം കാരണം ഓഫീസിലുള്ള ഉദ്യോഗസ്ഥൻ എഴുതി കൊടുത്തു ഹാറൂൻ റഷീദിനുള്ള കത്തിൽ, അലവിയാക്കളിൽപ്പെട്ട മെമ്പറാണെന്ന് തോന്നുന്നുണ്ട്, തീർത്തും നിങ്ങളെ ഭരണത്തിന്റെ പ്രതിപക്ഷത്തിൽ നിന്ന് എതിർക്കുന്ന ഒരാളെയാണ് ഓഫീസിൽ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഉടനെ അറസ്റ്റ് ചെയ്യണം. ഓരോ കത്തും മുമ്പുള്ള കത്തിനേക്കാൾ ഗൗരവം കൂടിയതാണ്. ഹാറൂൻ റഷീദ്
ഉത്തരവിട്ടു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അറസ്റ്റ് ചെയ്യാൻ. ലോകം മുഴുക്കയും നിറകണ്ണുകളോടെ നോക്കി നിൽക്കുകയാണ്. സഹോദരങ്ങളെ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന വലിയൊരു വഴിത്തിരിവാണത്. അങ്ങകല ഭരണത്തിന്റെ ശിരാകേന്ദ്രമായ ബഗ്ദാദിലേക്ക് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കൊണ്ടുപോകുമ്പോ മുതഅല്ലിമുകളും ഉലമാക്കളും നോക്കി നിന്ന് കരഞ്ഞുപോയി. ബഗ്ദാദിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എത്തിയപ്പോൾ ഷാഫി ഇമാം തങ്ങളുടെ മുഖത്തിന് മാറ്റമൊന്നുമില്ല, സംസാരങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. കാരണം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉറപ്പാണ്, ഉസ്താദുമാര് കൈമാറി തന്ന ദീനനുസരിച്ച്, ദീനിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ഞാൻ എഴുതിയിട്ടുള്ളൂ, ഒപ്പിട്ടിട്ടുള്ളൂ. അരുതാത്തതൊന്നും ഇതുവരെ ഞാൻ അനുകൂലിച്ച് നിന്നിട്ടില്ല, സത്യമല്ലാത്തതിന് കൂട്ടു നിന്നിട്ടില്ല. അത് സ്വന്തം കാര്യത്തിനാണെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിനാണെങ്കിലും അള്ളാഹുവിന്റെ ദീനിൽ കൽപ്പിക്കപ്പെട്ട വിഷയങ്ങൾ എന്താണോ അതിന് ഞാൻ ഉത്തരവിട്ടിട്ടുണ്ട്. വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ ഒന്നിനും ഞാൻ സഹായിച്ചിട്ടില്ല. ഏത് ഉദ്യോഗസ്ഥൻ വന്ന് ശ്രമിച്ചാലും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മാറ്റാൻ കഴിയൂല. ആ രൂപത്തിലാണ് ഉസ്താദുമാര് പകർന്നു നൽകിയ ഹഖായ ഇൽമ്. അതങ്ങനെ അടിവേരായി ഉറച്ചിട്ടുണ്ട്. ഇനി അതിന് മാറ്റമില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഹാറൂൻ റഷീദിന്റെ അടുത്തേക്ക് പോയപ്പോ ഹാറൂൻ റഷീദ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അറസ്റ്റ് രേഖപ്പെടുത്താനായിട്ടില്ല, നിങ്ങൾ തൽക്കാലം ഇവിടെ വിശ്രമിക്കണം, ബഗ്ദാദ് വിട്ട് പുറത്തു പോകരുത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വീക്ഷിക്കാൻ വേണ്ടി കുറച്ച് ആളുകളെ ഏൽപ്പിച്ചു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു നേരം വെളുത്ത് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരെ തേടി പോവുകയാണ്. അവരെ ദർസിൽ പോയിരിക്കുന്നു, സംശയങ്ങൾ ചോദിക്കുന്നു, മറുപടി സ്വീകരിക്കുന്നു, വീണ്ടും സംശയങ്ങൾ ചോദിക്കുന്നു. അപ്പോഴും വിജ്ഞാന സമ്പാദനത്തിലാണ്. ഞാനിവിടെ കാരാഗ്രഹത്തിൽ അടക്കപ്പെടേണ്ട ആളായി വന്ന ആളാണ് എന്നൊരു മൈൻഡ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലില്ല. നിരീക്ഷകന്മാർ നോക്കുന്നു, ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ദാഹം ഇൽമിനോടാണ്. ദർസുകൾ കഴിഞ്ഞ് വൈകുന്നേരം വിശ്രമ സ്ഥലത്തേക്ക് വരുമ്പോ പഠിതാക്കളായി ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പരിചയിച്ച ബഗ്ദാദിന്റെ വിവിധ ദേശങ്ങളിലുള്ള ആളുകൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വരുന്നു. പൂമുഖത്ത് വെച്ച് മരച്ചുവട്ടിൽ വെച്ച് ഇരുന്നവർക്ക് ധാരാളം വിജ്ഞാനദാഹം തീർത്തു കൊടുക്കുന്നു. ഇൽമുൽ ഹദീസും ഇൽമുൽ തഫ്സീറും ഇൽമുൽ ഉസൂലും എല്ലാ രംഗങ്ങളും പകർത്തി കൊടുക്കുകയാണ്. ശിഷ്യഗണങ്ങൾ ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. ഇതാണ് രഹസ്യമായി ഷാഫി ഇമാം തങ്ങളെ വീക്ഷിക്കുന്നവർ പോയി ഹാറൂൻ റഷീദിനോട് പറഞ്ഞു, നമ്മളാരും കരുതുന്ന നമ്മുടെ ഭരണത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ഒരു പണ്ഡിതനല്ല നമ്മളാ കാണുന്നത്. ശരിയായ നിലക്ക് ദീന് കൊണ്ട് നടക്കുന്ന, ദീന് പഠിപ്പിക്കുന്ന ഉഖ്റവിയായ ഒരു പണ്ഡിതനെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഒരിക്കലും ഭരണത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളോ അല്ലെങ്കിൽ ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന ആളോ ദുനിയാവിന്റെ ഒരു കസേരയ്ക്ക് വേണ്ടി ബാക്കിയുള്ള ആളുകളെ കരുവാക്കുന്ന ആളോ അല്ല. ഞങ്ങൾ കണ്ടിടത്തോളം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വിജ്ഞാനത്തിന്റെ ദാഹമാണ് കൂടുതലുള്ളത്. എല്ലാ ദിവസവും വെറുതെ ഇരിക്കുന്ന ഒരു ടൈം കണ്ടിട്ടില്ല. ഇൽമു സ്വീകരിക്കാൻ വേണ്ടി വന്ന ആളുകൾ ഒഴിഞ്ഞുപോയാൽ പിന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പോകുന്നത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിലേക്കാണ്. അതും ബഗ്ദാദിലാണ്. ഒരൊറ്റ ദിവസവും വിടാതെ അവിടെ എത്തിയിട്ടുണ്ട്, സിയാറത്ത് ചെയ്തിട്ടുണ്ട്, ആവശ്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഹാജരാക്കാൻ വേണ്ടി ഹാറൂൻ റഷീദ് ഉത്തരവിടുകയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഹാറൂൻ റഷീദിന്റെ മുന്നിൽ വന്നപ്പോ ഹാറൂൻ റഷീദിന്റെ ആളുകൾ വിചാരിക്കുന്നു ഇന്ന് കുറ്റപത്രം വായിച്ച് സമർപ്പിച്ച് കുറ്റവാളിയായി പ്രഖ്യാപിക്കും. പക്ഷേ ഹാറൂൻ റഷീദിൽ നിന്ന് ആ പതിവിന്റെ ശൈലിയൊന്നും കണ്ടില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ബഹുമാനത്തോടെ മുസാഫഹത്ത് ചെയ്ത് സ്വീകരിച്ച് ഹാറൂൻ റഷീദ് ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ കൊണ്ടുവന്നിരുത്തി. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ശിഷ്യൻ സംസാരിക്കുമ്പോൾ ഹാറൂൻ റഷീദ് സംസാരിക്കുന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നു. അവിടെയുള്ള ആ മനുഷ്യന്റെ കത്തുകൾ മുഴുവനും ഹാറൂൻ റഷീദ് എടുത്തു കാണിച്ചു കൊടുക്കുകയാണ്. സത്യാവസ്ഥ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തപ്പോ ഹാറൂൻ റഷീദ് പറഞ്ഞു, കുറച്ച് ദിവസമായല്ലോ നിങ്ങൾ ഇവിടെ എത്തിയിട്ട്, നിങ്ങളെ രാവും പകലും മുഴുവനും
പരിശോധിച്ചിട്ട് അന്വേഷിക്കാൻ ഞാൻ ആളെ വിട്ടിട്ട് ഭരണത്തിന് എതിരായി എന്തെങ്കിലും പറയുന്നതോ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന വിഷയത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ പറയുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. തീർത്തും നിങ്ങൾ ഭരണത്തെ എതിർക്കുന്ന ആളല്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളെ വിജ്ഞാനത്തിന്റെ വിസ്മയം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതൊരു ഹദീസാണ്. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാലേ കൂട്ടി പ്രവചിച്ചിട്ടുണ്ട്, ഒരു ഖുറൈശ് പണ്ഡിതൻ വരാനുണ്ട്, വിജ്ഞാനം കൊണ്ട് ഭൂലോകം നിറക്കുന്ന ഒരു മഹാപണ്ഡിതൻ വരാനുണ്ട്. എന്തും ചോദിച്ചാൽ ഉത്തരമാണ്. ഖുർആനിൽ നിന്ന്, ഹദീസിൽ നിന്ന്, ഫിഖ്ഹിൽ നിന്ന് എല്ലാ വിഷയങ്ങൾക്കും ഉത്തരം പറയാൻ കഴിവുള്ള ഒരു മഹാപണ്ഡിതൻ, ഖുറൈശ് പണ്ഡിതൻ വരാനുണ്ട്. ഖുറൈശ് തറവാട്ടിൽ നിന്ന് ജനിച്ച ആളാണ് നിങ്ങൾ. അതേ ഖുറൈശ് പണ്ഡിതനാണ് നിങ്ങൾ. നിങ്ങളാണ് ആ ഹദീസിൽ പറഞ്ഞ ആലിമെന്ന് എനിക്ക് മനസ്സിലാകുന്നു എന്ന് ഹാറൂൻ റഷീദ് പറഞ്ഞപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവോട് ഹാറൂൻ റഷീദ് പറയുന്നത്, എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വിളിച്ചതല്ല. അവിടെയുള്ള ഉദ്യോഗസ്ഥന്റെ നിരന്തരമായ ശല്യം കാരണം നിങ്ങളെ അറസ്റ്റ് ചെയ്യണം, പിരിച്ചുവിടണം എന്ന് നിരന്തരമായി എഴുതിയപ്പോ ഒന്ന് അന്വേഷണത്തിന് വിളിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് വസിയ്യത്ത് തരണേ. ഞാൻ എങ്ങനെ ഭരിക്കണം, എങ്ങനെ ഞാൻ ജനങ്ങളോട് കാര്യങ്ങൾ അവതരിപ്പിക്കണം, അവരെ സമ്പത്തിൽ നിന്ന് എനിക്ക് എന്തെല്ലാം സ്വീകരിക്കാൻ പറ്റും, ഭരണരംഗത്ത് എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന വികസനങ്ങൾ എന്തൊക്കെയാണ് എണ്ണി എണ്ണി ഹാറൂൻ റഷീദ് ചോദിക്കുകയാണ്. 2-3 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് വിളിച്ചു വരുത്തി. അപ്പൊ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വന്നപ്പോ മറ്റൊരു ഭാഗത്ത് ധാരാളം പണ്ഡിതന്മാരിയ്ക്കുന്നുണ്ട്. അവരാരാണ്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഏറെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങളെ ശിഷ്യഗണങ്ങളാണ്. അവരൊരു ഭാഗത്തിരുന്ന് ഷാഫി ഇമാം തങ്ങളോട് ചോദ്യം ചോദിക്കുന്നു. ഹാറൂൻ റഷീദ് ഉത്തരവിട്ടതാണ്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ വിസ്മയലോകമായ വിജ്ഞാനത്തിൽ നിന്ന് ഒരു അല്പമെങ്കിലും പെറുക്കിയെടുക്കാൻ വൈരുദ്ധ്യം തോന്നുന്ന ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാനാ പറഞ്ഞത്. ചോദ്യങ്ങൾ വരുന്നു, ഉത്തരം വരുന്നു, മറുചോദ്യം വരുന്നു, ഉത്തരം വരുന്നു. ഈ ഇൽമിന്റെ നീണ്ട വിശാലത കണ്ടപ്പോൾ വീണ്ടും ഹാറൂൻ റഷീദ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വസിയ്യത്ത് തരണേ. താമസിക്കാനുള്ള സൗകര്യങ്ങൾ മുഴുവനും വിശാലമാക്കി കൊടുക്കുകയാണ്. പണ്ഡിതന്മാർക്ക് വരാനുള്ള സൗകര്യങ്ങൾ കൂടുതലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു 4 വർഷം ബഗ്ദാദിൽ താമസിച്ച് തിരിച്ചു പോകുമ്പോൾ ഹാറൂൻ റഷീദ് പറയുന്നു, ഇനി എപ്പോ ബഗ്ദാദിലേക്ക് വരണമെന്ന് തോന്നിയാലും ഒരു ചെറിയ സന്ദേശം അറിയിച്ചാൽ മതി, വാഹനം കൊടുത്തേക്കാം, എല്ലാ സൗകര്യങ്ങളും തരാം. നിങ്ങൾ ബഗ്ദാദിൽ തന്നെ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ സൗകര്യങ്ങളും വിജ്ഞാന വിതരണത്തിന് വേണ്ടി ഉണ്ടാക്കി തരാം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ ഉമ്മയുണ്ട് മക്കയിൽ, ഉമ്മാനെ കണ്ടിട്ട് വർഷങ്ങളോളമായി ഞാനൊന്ന് പോയി കാണട്ടെ. നമ്മൾ മനസ്സിലാക്കണം, ഈ നവോത്ഥാന പണ്ഡിതന്മാരെ, പരിഷ്കർത്താക്കളെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ ഓരോ മാതാപിതാക്കളും കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. മക്കളെ പറഞ്ഞയക്കണം, നല്ല ബുദ്ധിയുള്ള മക്കളെ ഇൽമു പഠിക്കാൻ, ദീനിന്റെ ഇൽമു പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കണം. വീട്ടിലുണ്ട് ഒരു കുട്ടി, എല്ലാ പരീക്ഷയിലും തോറ്റ കുട്ടിയാണ്. ആ കുട്ടി ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഒരു മുടക്കാച്ചെറുക്കാവൂലേ, എന്നാൽ തൽക്കാലം അതിനെ ദർസിലോതാൻ പറഞ്ഞേക്കാം. അങ്ങനെ ആരും ശ്രമിക്കരുത്. ഈ ദർസി വിഷയങ്ങൾ പഠിക്കേണ്ട നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ്. കാരണം അവരിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അവരെ ബുദ്ധി വികസിപ്പിച്ച് ധാരാളം കാര്യങ്ങൾ വീണ്ടും പഠിച്ചെടുക്കേണ്ടതുണ്ട്. അങ്ങനെ പഠിച്ചെടുക്കുമ്പോഴാണ് അവരെ വിജ്ഞാനത്തിന് വിശാലത വർദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളിൽ, പേരമക്കളിൽ, കുടുംബാംഗങ്ങളിൽ ധാരാളം ഉലമാഇനെ അല്ലാഹു നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമു കൊണ്ട് ലോകത്ത് വലിയ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 1ഉം 2ഉം മാറ്റങ്ങളല്ല, എല്ലാ വിഷയത്തിനും പരിഹാരം നിർദ്ദേശിക്കുന്ന ഇൽമു. ഒരാൾ വന്നിട്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, വലിയ പ്രമാണമല്ലേ ഇജ്മാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം
ഉമ്മത്തിലെ മുജ്തഹിദുകൾ ഒരു വിഷയത്തിൽ ഏകകണ്ഠമായി എടുക്കുന്ന ഒരു തീരുമാനം. നമ്മളെ ഈ കാലഘട്ടത്തിലെ ആലിമീങ്ങൾ ഒരു വിഷയത്തിൽ ഇത്തിഫാക്കാകുന്നതല്ല ഇജ്മാ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഇജ്തിഹാദിന് കഴിവുള്ള വലിയ വലിയ ഉലമാ, സ്വഹാബത്ത്, താബിയുകൾ അടക്കമുള്ളവർ ഒരു വിഷയത്തിൽ, ദീനിന്റെ ഒരു വിഷയത്തിൽ ഏകോപിക്കുന്ന വിഷയം തെളിവല്ലേ? തെളിവാണ്. അത് സ്വീകരിക്കണമെന്ന് ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ഒരാൾ വന്ന് ചോദിച്ചു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് തെളിവ് തരാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പോകുകയാണ്, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വരും. വരുന്ന നേരത്ത് നിങ്ങൾക്ക് തെളിവൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇജ്മാ തെളിവല്ല എന്ന് നിങ്ങൾ തുറന്നു പറയണം. അത് ശരിയാണ്, ഞാൻ പറയും. നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നോളൂ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ചോദ്യകർത്താവ് തിരിച്ചു വന്നപ്പോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, തെളിവ് കിട്ടിയോ? തെളിവ് കിട്ടി. ആ തെളിവ് കിട്ടാൻ വേണ്ടി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നടത്തിയ പ്രയത്നം വിശുദ്ധ ഖുർആനിന്റെ ഖത്മു തീർക്കലാണ്. ഒരു ഭാഗത്തുനിന്ന് ഫാത്തിഹ മുതൽ ഓതി സൂറത്തുൻ നാസ് വരെ അവരോതുമ്പോഴും നമ്മൾ ഓതുമ്പോഴും വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? അവരോതുമ്പോൾ ഒരു ആയത്ത് ഓതുമ്പോൾ ആ ആയത്തിന്റെ തഫ്സീറുകൾ മുഴുവനും അവരെ മനസ്സിലൂടെ ഇങ്ങനെ കറങ്ങുകയാണ്. മറ്റു ലോകത്തേക്ക് അവർ ചിന്ത പോകൂല. അത് നമ്മളെ ചിന്ത ഇൽമിന്റെ കുറവ് കൊണ്ട്. നമ്മൾ ഇവിടെ ഓതും അൽ ബഖറ, മനസ്സ് വേറൊരു ചിന്തയിലായിരിക്കും. അവരങ്ങനല്ല. അവർ ഏതാണോ ആയത്തുകൾ ഓതുന്നത് ആ ആയത്തിന്റെ അന്തർധാരകളിലൂടെ, വിശാലമായ വ്യാഖ്യാനങ്ങളിലൂടെ അവരെ മനസ്സങ്ങനെ പറന്നുപോകും. അതുകൊണ്ട് എത്ര ഓതിയാലും അധികമായി അവർക്ക് തോന്നൂല. നമുക്ക് ഇൽമിന്റെ കുറവ് കൊണ്ട് 2 പേജ് ഓതിയാൽ തോന്നും അധികമായി. അത് അറിവിന്റെ കുറവ് കൊണ്ടാണ്. ഖുർആൻ ആഴത്തിൽ ബോധ്യമുള്ള ഒരു പഠിതാവാണ്, ഒരു ആലിമാണ്, ഒരു മുത്തഅല്ലിമാണെങ്കിൽ കൂടുതൽ കൂടുതൽ ഓതാനാണ് പരിശ്രമിക്കുക. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, 300 പ്രാവശ്യം ഞാൻ ഖുർആൻ ഖത്മു തീർത്തു. നിങ്ങളെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടാൻ വെറുതെ ഒരു തെളിവ് പറയുകയല്ല സഹോദരങ്ങളെ. അവരെ വാക്ക് നമ്മൾ അംഗീകരിക്കേണ്ടി വരുന്നത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അവര് നടത്തിയൊരു പ്രയത്നമുണ്ട്, ഇജ്തിഹാദുണ്ട്, ഗവേഷണമുണ്ട്. ആ ഗവേഷണത്തിന് അള്ളാഹു അവർക്ക് കൊടുക്കുന്ന കൂലിക്ക് കയ്യും കണക്കുമില്ല. നവോത്ഥാനം എന്ന് പറയുന്നത് വിജ്ഞാനത്തിന്റെ പ്രസരണമാണ്. ഇൽമിന്റെ ഉയർച്ച കൊണ്ട് ഉണ്ടായിത്തീരുന്ന മാറ്റമല്ലേ. പക്ഷെ ആ ഇൽമിന് വേണ്ടി ഉലമാ സഹിക്കുന്ന ത്യാഗങ്ങൾ, കഠിനാധ്വാനങ്ങൾ ചെറുതല്ല. വിഷയം കണ്ടെത്തുന്നതിന് വേണ്ടി കടലിന്റെ ആഴിയിലേക്ക് ഊളിയിട്ട് പോയി മുത്ത് കണ്ടെടുക്കാൻ ഒരാൾ പ്രയാസപ്പെടുന്നതിനേക്കാൾ അധികം പ്രയാസം ഒരു ആലിം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഒരു തെളിവ് കണ്ടെത്തുകയാണ്. ആ തെളിവ് 100% ശരിയാകണം, ഹക്കാകണം, തിരുത്തപ്പെടാത്ത രൂപത്തിൽ നിലനിൽക്കുന്ന തെളിവാകണം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഓതിക്കൊടുത്തു ചോദ്യകർത്താവിന്, ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. നിങ്ങൾ ചോദിച്ച ഇജ്മാഇനുള്ള തെളിവാണിത്. ആ തെളിവ് ആയത്ത് കേട്ടപ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ച മനുഷ്യൻ മടങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമിന്റെ ആഴം, അതിന്റെ വിശാലമായ ലോകം നമ്മൾ വിശദീകരിച്ചാൽ തീർക്കാൻ കഴിയൂല. എല്ലാ വിഷയത്തിനും നല്ല തെളിവ് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിവുള്ള വലിയ മഹാനുഭാവനാണ്. പഠിക്കുന്ന കാലത്ത് തന്നെ ബുദ്ധി കൊണ്ട് വിസ്മയം സൃഷ്ടിച്ച മഹാനാണ്. ചെറുപ്പകാലങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഓത്ത് പഠിച്ച് പഠന രംഗത്ത് വലിയ അവഗാഹം നേടി. 4 വർഷക്കാലം കൊണ്ട് അറബി ഭാഷ സമഗ്രമായി പഠിച്ചു. അറബി ഭാഷയും നല്ലോണം പഠിക്കണം. നല്ലോണം ഏറ്റവും തന്നെ പഠിക്കേണ്ട ഭാഷ അറബി ഭാഷയാണ്. വേറെയുള്ള ഭാഷകളൊക്കെ വേഗം പഠിക്കാൻ കഴിയും. അതിനാകെ കുറഞ്ഞ നിയമങ്ങൾ മാത്രമേ ഉള്ളൂ. അറബി ഭാഷ പ്രവിശാലമായി പഠിക്കേണ്ടതാണ്. അൽഫിയത്ത് ബിൻ മാലിക്കിന് എത്ര ശർഹ, ആ ശർഹകൾക്ക് പിന്നെ എത്ര വ്യാഖ്യാനങ്ങളാണ്, ആ വ്യാഖ്യാനങ്ങൾക്ക് പിന്നെ എത്ര വ്യാഖ്യാനങ്ങളാണ്. കസ്റത്തു ശുറൂഹുഹും അലൽ അൽഫിയ അൽവാഉഹാ കൽഅൻജുമിദ് ദുർറിയ. അൽഫിയത്ത് ബിൻ മാലിക്കിന് പണ്ഡിതന്മാർ എഴുതിയ വ്യാഖ്യാനങ്ങൾ, ശർഹുകൾ ധാരാളമാണ്. ഓരോ ശർഹുകളും
നല്ല തിളങ്ങുന്ന നക്ഷത്രം പോലെ വിജ്ഞാനം നിറഞ്ഞു നിൽക്കുന്ന ഷർഹുകളാണ്. ആ ഷർഹുകളിലൂടെ പഠിക്കാൻ ധാരാളമുണ്ട്. ഇരിക്കട്ടെ, അറബി ഭാഷ, അറബിയായി ജനിച്ച ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 4 വർഷം എടുത്ത് പഠിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് ആ ഭാഷയുടെ കഴിവ്? 10,000 കവിതകളാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഹിഫ്ളാക്കിയത്. ആടിനെ മേയ്ക്കുന്ന ബതുക്കളെ കൂടെ പോയി മേയ്ക്കുന്ന സമയത്ത് ആടിനെയും ഒട്ടകത്തേക്ക് മേയ്ക്കുമ്പോൾ അവരങ്ങനെ ചൊല്ലുന്ന പദ്യം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ഹിഫ്ളാക്കുന്നു. ഇൽമിന്റെ വലിയ ഉയർച്ചയാണ് ഹിഫ്ള്. അള്ളാഹു നമുക്കെല്ലാവർക്കും നാം ദുആ ചെയ്യാൻ കടപ്പെട്ടവർക്കും ഖുവ്വത്തുൽ ഹിഫ്ള് അള്ളാഹു ഏറ്റിത്തരട്ടെ. ഓർമ്മശക്തി അള്ളാഹു തആല കൂട്ടി തരട്ടെ. ആധുനിക യുഗത്തിലെ ഉപകരണങ്ങൾ കാരണം മെമ്മറി പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇൽമു മുഴുവനും അതിൽ മെമ്മറിയാക്കി വെച്ചു. നമ്മുടെ തല കാലിയാണ്. മുമ്പ് അങ്ങനല്ല. മുമ്പ് ഇബാറത്തുകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. ശരിക്ക് ഫത്ഹുൽ മുഈനിന്റെ മത്തിനൊക്കെ പഠിച്ച പണ്ഡിതന്മാര് മത്തിന് വെറുതെ പഠിച്ചതല്ല. ആ മത്തിന് അവർ ഓതിക്കൊടുക്കുന്ന തെളിവായി പറയുമ്പോ അതിന്റെ പിന്നാമ്പുറങ്ങളിലുള്ള ഷർഹൊക്കെ അവരെ മനസ്സിൽ അതിന്റെ വിശദീകരണങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ കട്ടിയോടെ തെളിവ് പറയാൻ അതിന്റെ മത്തിന് അവർ ഉദ്ധരിക്കുകയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഭാഷാ കഴിവ് നല്ലോണം നേടിയ ശേഷം വീണ്ടും മക്കയിൽ വെച്ച് ഹദീസ് ധാരാളം പഠിച്ച് ഉപരിപഠനാർത്ഥം മദീനയിലേക്ക് പോകുന്നു. പ്രാരാബ്ദങ്ങൾ നിറഞ്ഞ കാലത്ത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പഠിച്ച് ലോകത്ത് സഹോദരങ്ങളെ നമുക്ക് അവിടുന്ന് ആ വിജ്ഞാന വിസ്മയം ഇന്ന് നമ്മൾ അനുഭവിക്കുകയാണ്. രാത്രിയിലും പകലിലും അവരെ സമയം നഷ്ടമാകുന്നില്ല. ഒരു സാധാരണ ആളുടെ സമയം പോലെയല്ല ഒരു പണ്ഡിതന്റെ സമയം. രാവും പകലും ആ പണ്ഡിതന് ആ സമയം അള്ളാഹുവിന്റെ മാർഗത്തിൽ വലിയ ലാഭമുള്ള സമയമാണ്. പണ്ഡിതൻ ഉറങ്ങുന്ന സമയമുണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ചെറിയ വിശ്രമത്തിന് വേണ്ടി, തഹജ്ജുദിന്റെ ഇസ്തിറാഹത്തിന് വേണ്ടിയുള്ളൊരു ഉറക്കമാണ്. അല്ലെങ്കിലോ ഉറക്കം വരാത്ത നേരത്ത് എന്തെങ്കിലും ചിന്തിച്ച് കഴിയുന്നില്ല. പഠിച്ച വിജ്ഞാനങ്ങളെ കൂടുതൽ മനനം ചെയ്തെടുത്ത് ആഴങ്ങളിലേക്ക് ചിന്ത കൊണ്ടുപോവുകയാണ്. അതുകൊണ്ടല്ലേ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സാധാരണ ഒരു മനുഷ്യൻ ഒരു സാധാരണ ജീവിതം ജീവിക്കുമ്പോ ഇദാ ശൽ ഫതാ 60 ആമാ ഫനിസ്ഫുൽ ഉംരി തംഹഖുൽ ലയാലി. ഒരാൾ 60 കൊല്ലം ജീവിക്കുകയാണെങ്കിൽ ആയുസിന്റെ പകുതി കാലം രാത്രി തീർത്തുകളയും മായ്ച്ചുകളയും. അഥവാ 30 കൊല്ലം രാത്രിയാണ്, 30 പകലാണ്. 30 കൊല്ലം 60 കൊല്ലം ജീവിക്കുന്ന ആൾക്ക് ആ രാത്രിയിലുള്ള സമയം പല രൂപത്തിലും അങ്ങ് തീർന്നു പോകും. പിന്നെയോ ഫനിസ്ഫുൻ നിസ്ഫി യദിരി ഫനിസ്ഫുൻ നിസ്ഫി ലാ യദിരി, പകുതിയുടെ പകുതി അഥവാ 15 വർഷം എങ്ങനെ ചെലവായി എന്നവൻ അറിയില്ല. കുട്ടിക്കാലമാണ്. വലത്തോട്ടും ഇടത്തോട്ടൊക്കെ തിരിഞ്ഞതങ്ങനെ പോയി. പിന്നെ ബാക്കിയുള്ള അപ്പം 30ഉം 15ഉം 45ആയി. ബാക്കിയുള്ള പകുതിയുടെ 1/3 ഭാഗം അഥവാ 5 വർഷം. ആ 5 വർഷം സമ്പാദ്യവും സുഖങ്ങളും ദുഃഖങ്ങളും ശുഗലുകളുമായിട്ട് പല ജാതി ചിന്തകളുമായിട്ട് ജീവിതത്തിന്റെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് തീർന്നു പോകുന്നു. പിന്നെയോ ബാക്കിയുള്ള വർഷമില്ലേ, ബാക്കിയുള്ള ഒരു 10 വർഷക്കാലം രോഗങ്ങളും മറ്റുമൊക്കെയായി നീങ്ങിയിട്ട് ഇനിയിപ്പം മരിക്കാനായി നീങ്ങാനായി എന്നുള്ള ചിന്തയിലും മറ്റുമൊക്കെ ഇബാദത്തിനും ഇൽമിനും ഒന്നും കഴിയാതെ ക്ഷീണിച്ചുകൊണ്ട് അങ്ങനെ നീങ്ങുകയാണ്. ഇതേ രൂപത്തിലാണ് ഒരു മനുഷ്യൻ ദീർഘായുസ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവന്റെ ജീവിതകാലം മൊത്തം അജ്ഞതയിലാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഹുബ്ബുൽ മർഇ തൂലൽ ഉംരി. ഒരു മനുഷ്യൻ ദീർഘായുസ് ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ മുഴുവനും നട്ടത്തിലാണ്. അതേ സമയത്ത് ഒരു പണ്ഡിതന്റെ ജീവിതം നോക്കുമ്പോൾ ആ പണ്ഡിതന്റെ ജീവിതത്തിലൂടെ ഒരു വലിയ പരിവർത്തനം പണ്ഡിതൻ തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ദർസിൽ പഠിച്ച ശിഷ്യന്മാരൊക്കെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പോലെ ജീവിക്കാൻ അവർ ആഗ്രഹിച്ചു. പലരും അതേ വഴി തെരഞ്ഞെടുത്തു. 24 മണിക്കൂർ നല്ല ക്രമപ്പെടുത്തിയ ജീവിതമാണ്.
രാവിലെ മുതൽ ഉച്ചവരെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ദർസിൽ മുഴുകുകയാണ്. 10-12 വിഷയങ്ങൾ മുത്തഅല്ലിമുകൾക്ക് ഓതിക്കൊടുത്ത് സംശയങ്ങളൊക്കെ തീർത്ത് റാഹത്താക്കി കൊടുത്ത് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം വരെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കൃഷിയിടത്തിലാണ്. വൈകുന്നേരമായി കഴിഞ്ഞാൽ വീണ്ടും പള്ളിയിലേക്ക് വരുന്നു. അസ്ർ നിസ്കാരം നിർവഹിച്ച് കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള നീക്കുപോക്കുകൾക്ക് വേണ്ടി വീട്ടിലേക്കും അങ്ങാടിയിലേക്കും പോകുന്നു. അത് കഴിഞ്ഞ് മഗ്രിബാകുന്നതിന്റെ മുമ്പ് കൊണ്ടും പള്ളിയിലെത്തി. ഇതിനിടയ്ക്ക് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരുപാട് സുഹൃതങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇതൊരു ചെറിയ തർത്തീബ് പറയുകയാണ്. രാത്രിയായാലോ ഖസ്സമൽ ലൈലത സലാസത അജ്സാ. പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിലൂടെയും വലിയൊരു നവോത്ഥാനം വരച്ചു കാണിക്കുന്നുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിലൂടെ വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. ഓരോ കാലത്തെ പണ്ഡിതന്മാരും അതാത് കാലങ്ങളിലുള്ള ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ നല്ല നല്ല കാര്യങ്ങളിലൂടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ രാത്രി 3 ഭാഗമാണ്. രാത്രിയിലെ ആദ്യത്തെ 1/3 ഭാഗം കിതാബുകൾ ഓതിക്കൊടുക്കാനും സംശയങ്ങളും ദൂരീകരിക്കാനും വീണ്ടും ഹദീസുകൾ പഠിച്ചെടുത്തത് വീണ്ടും അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ചിന്തിക്കാനും രാത്രിയിലെ ആദ്യ 1/3 ഭാഗം ചെലവഴിക്കുന്നു. രണ്ടാമത്തെ 1 ഭാഗം 1/3 ഭാഗം സുബ്ഹാനല്ലാഹ് ഉറങ്ങാനാണ്. ചെറിയൊരു ഉറക്കം, ദീർഘിച്ച ഉറക്കമല്ല, ചെറിയൊരു ഉറക്കമാണ്. അവസാനത്തെ ഭാഗമോ നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കാനുമാണ്. അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കാനുമാണ്. ഇങ്ങനെ രാത്രി 3ആയി ഭാഗിച്ചപ്പോ ആ ദർസിൽ പഠിച്ച വലിയ പ്രഗൽഭ പണ്ഡിതനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയുന്നു, ഞാനും എൻ്റെ ഉസ്താദിന്റെ വഴി സ്വീകരിക്കുകയാണ്. ഉസ്താദിന്റെ രാത്രി ഇങ്ങനെയാണ്, പകല് ഇങ്ങനെയാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എവിടുന്നാണ് ഇത് കിട്ടിയത്? അവിടുത്തെ ഉസ്താദായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശൈലിയാണ് പകർത്തിയത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എവിടുന്ന് കിട്ടി? അവിടുത്തെ ഉസ്താദായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരുടെ ജീവിതത്തിൽ നിന്ന് പകർത്തിയെടുത്തു. അങ്ങനെ നോക്കുമ്പോൾ ഓരോ കാലത്തെ ഉലമാവും അവരെ വിജ്ഞാനത്തിലൂടെ പരിവർത്തനം സൃഷ്ടിക്കുന്നതോടൊപ്പം അവരെ ജീവിതത്തിലൂടെയും വലിയ മാർഗം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതിന് കാര്യമായ ഒരു മുന്നോട്ട് വെക്കുന്ന ദർസാണ്. ദർസി ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പണ്ഡിതന്മാര് വളർന്നു വരുമ്പോൾ വിവിധ രാജ്യങ്ങളിലേക്ക് അവർ പലായനം ചെയ്ത് അള്ളാഹുവിന്റെ വിജ്ഞാനം, അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കുമ്പോൾ ഓരോ നാട്ടിലെത്തും നോക്കുന്ന സമയത്തും ആ നാട്ടിൽ അറിവില്ലാത്ത ജനങ്ങൾ ധാരാളമുണ്ട്. ഒരു അറിവുമില്ല, അള്ളാഹുവിന്റെ ദീനിനെ പറ്റി ഒരു ഇൽമുമില്ല. നിങ്ങൾ നോക്ക്, വന്യരായ ശൈഖുനാ സുൽത്താനുൽ ഉലമ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ കണ്ട അത്ഭുതങ്ങൾ ധാരാളം ഉസ്താദ് പറയുന്നുണ്ട്. അതിലധിക വിഷയങ്ങളുടെയും കാരണം ജഹിലാണ്, അജ്ഞതയാണ്. മുസ്ലിം പേരുണ്ട്, പക്ഷേ ഇസ്ലാമികമായി ബന്ധപ്പെട്ട നിർബന്ധമായ കാര്യങ്ങൾ പലതും ചെയ്യാത്തവർ പല ദേശത്തുമുണ്ട്. ഉസ്താദ് പറഞ്ഞു, ഒരു സ്ഥലത്ത് പോയപ്പോൾ, നമുക്ക് യൂട്യൂബിൽ അടിച്ചാൽ ആ ഭാഗം കിട്ടും. ഒരു സ്ഥലത്ത് പോയപ്പോൾ, പള്ളി ഉദ്ഘാടനത്തിന് പോയപ്പോൾ, പള്ളിയുടെ പുറത്ത് ഉള്ളിലുള്ളതിനേക്കാളും ആൾ കൂടുതലുണ്ട്. നമ്മുടെ നാട്ടിലൊരു പള്ളി എവിടെയെങ്കിലും ഒരു ആലിമ് വന്ന് സയ്യിദ് വന്ന് ഉദ്ഘാടനത്തിന് നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ അന്ന് ആ പള്ളിയിൽ സ്ഥലം തികയില്ല. സ്വാഭാവികമാണ്. കാരണം ആലിമിനെ കാണാൻ, സയ്യിദിനെ കാണാൻ ധാരാളം ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറിഞ്ഞവരൊക്കെ കേട്ടറിഞ്ഞ് വരും. ആ ഒരു വക്ത് നിസ്കാരത്തിന് പള്ളി നിറയെ ചിലപ്പോൾ അതിൻ്റെ പുറത്തും പായ വിരിച്ച് നിസ്കരിക്കും. പക്ഷേ ഒരു പള്ളി ഉദ്ഘാടനത്തിന് പോയപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് നേരെ എതിരാ കണ്ടത്. പുറത്ത് ധാരാളം ആളുകൾ, ഉള്ളിൽ ആൾ കുറവാണ്. അപ്പോൾ ഉസ്താദ് വിചാരിച്ചു, ഇതെന്ത് ഉദ്ഘാടന? ആ പുറത്ത് നിൽക്കുന്നവർ അവരൊക്കെ മുസ്ലിങ്ങളാണ്, പിന്നെന്താ അവർ ഉള്ളിലേക്ക് കയറാത്തത്? 40 ആയവരുണ്ട്, 45 ആയവരുണ്ട്, 50 ആയവരുണ്ട്, 38 ആയവരുണ്ട്, പലരും ഉണ്ട്. പക്ഷെ അവർക്ക് ഒരു കാര്യം അറിയും, നമ്മുടെ കുട്ടികൾക്കൊക്കെ അറിയുന്നൊരു കാര്യമുണ്ട്. പള്ളിയിൽ കയറണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എൻ്റെ മാർക്കം കഴിക്കെങ്കിലും വേണം. ഈ പുറത്ത് നിൽക്കുന്ന വൻ ജനാവലി മാർക്കം ചെയ്യാത്തവരാണ്. എന്താണ് അവർ മാർക്കം ചെയ്യാത്തവർ? അങ്ങനെ ആയിപ്പോയത് എന്താണ്? ഇൽമിന്റെ കുറവാണ്. അറിവിന്റെ കുറവ് കൊണ്ട് ജനങ്ങൾ അങ്ങനെ വളർന്നു വന്നതാണ്. ഇപ്പോഴും വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മുടെ പണ്ഡിതന്മാർ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ അജ്ഞരായ ആളുകൾ ധാരാളമുണ്ട്.
ആലിമുകൾ മതിയായിട്ടില്ല. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഇനിയും ധാരാളം ശക്തമായി നടക്കേണ്ടതുണ്ട്. ഭാഷാ കഴിവുള്ള, പ്രബോധനത്തിന് പ്രചരണത്തിന് നല്ല ഇഖ്ലാസുള്ള, നല്ല ചുറുചുറുക്കുള്ള, നല്ല ആത്മധൈര്യമുള്ള പണ്ഡിതന്മാർ ഇനിയും വളർന്നു വരണം. നമ്മളെ ദർസിൽ നിന്ന് കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് പോയൊരു കുട്ടി ദീനീ ദഅവത്ത് എന്ന നിലക്ക് ബംഗാളിലുള്ള സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസറിന്റെ സമയം അവരിങ്ങനെ ഒന്ന് ഇറങ്ങി നടക്കും. അപ്പൊ വിശുദ്ധ റമളാനാണ്. ഇറങ്ങി ഒരു ചേരി പ്രദേശത്തിലേക്ക് പോയപ്പോൾ മുസ്ലിം കുടുംബം ഈ പോകുന്ന മുതഅല്ലിമുകളെ, ദായികളെ ക്ഷണിക്കുന്നത്, വരി വീട്ടിലേക്ക് വരി, ചായ കുടിക്കാം, ഭക്ഷണം കഴിക്കാം, വിശുദ്ധ റമളാനിന്റെ സുന്ദരമായ പകലിൽ. അങ്ങനെ ഒരു ക്ഷണം നമ്മുടെ നാട്ടിലുണ്ടാകുമോ സഹോദരങ്ങളെ? ഇല്ലാതെ വന്നത് എന്തുകൊണ്ടാണ്? പണ്ഡിതന്മാരുടെ നിറസാന്നിധ്യമാണ്. അള്ളാഹു മുഴുവൻ പണ്ഡിതന്മാർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇത് റമളാൻ മാസം എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, റമളാനിൽ എന്താ ചായ കുടിച്ചാൽ കുഴപ്പം, ഭക്ഷണം കഴിച്ചാൽ എന്താ കുഴപ്പം? നമ്മൾ അവരെ പഠിക്കുകയല്ല. ഇൽമു കുറവുള്ള മേഖലകൾ ധാരാളം ഉണ്ട്. അവരിലേക്കൊക്കെ ഉലമാ കടന്നു ചെന്ന് അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കണം. അപ്പൊ ആ മുതഅല്ലിമുകൾ ആ വീട്ടിൽ കയറിയിട്ട് ചെറിയൊരു ഉപദേശം കൊടുത്തപ്പോ നോമ്പ് എന്ന് പറയുന്ന സംഗതി അവർക്കറിയില്ല, നിസ്കാരം അവർക്കറിയും, നോമ്പ് അവർക്കറിയില്ല. റമളാനിൽ അങ്ങനെ ഒരു നിർബന്ധ നോമ്പ് അവർ കേട്ടിട്ടില്ല, പരിചയം തന്നെയില്ല. അപ്പൊ അവരെ നാട്ടിൽ നോമ്പ് നോൽക്കുന്നവരോ വളരെ അപൂർവം ചില ആളുകൾ മാത്രം. അപ്പൊ അറിവുള്ള ആളുകൾ വളരെ ചുരുക്കമാണെന്നർത്ഥം. എന്നാൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ് ഈ ചേരി പ്രദേശം. ഇങ്ങനെ ധാരാളം പ്രദേശങ്ങളുണ്ട്. അവിടേക്കൊക്കെ പണ്ഡിതന്മാർ എത്തേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന് വേണ്ടി ഇനിയും ഉലമാ വളർന്നു വരേണ്ടതുണ്ട്. നല്ല ക്ഷമയോടെ അള്ളാഹുവിന്റെ ദീനിന്റെ ദർസീ രംഗം നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പച്ചപിടിപ്പിച്ച ധാരാളം മഹാന്മാരുണ്ട്. നിങ്ങൾ നോക്ക്, നമ്മുടെ സമസ്തയുടെ മുബല്ലിഗായി അറിയപ്പെട്ടിരുന്ന ACS ബീരാൻ ഉസ്താദ്, അള്ളാഹു ദറജേറ്റി കൊടുക്കട്ടെ, ദർസില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് ദർസ് സ്ഥാപിക്കുന്നതിൽ വളരെ കഠിനാധ്വാനം ചെയ്തൊരു മഹാനാണ്. പള്ളിയുണ്ട്, ആ പള്ളിയുണ്ട്, പള്ളി ഖറാബാക്കാൻ പാടില്ലല്ലോ. പള്ളിയിൽ ദർസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇല്ല, എന്നാ ഞാനൊരു 5 മുതഅല്ലിമീങ്ങളെ ഒരു ഉസ്താദിനെ കൊണ്ടുവരും. ചെലവുകൾ കൊടുക്കൂലേ? ചെലവ് കൊടുക്കും. മാസത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വരി ഉണ്ടാക്കിയിട്ട് അവർക്കൊരു ഹദിയം കൊടുക്കൂല ഉസ്താദിന്. ഉസ്താദിന്റെ കുടുംബം ജീവിച്ചു കൊണ്ട് അത് ഞങ്ങൾ കൊടുക്കും. എന്നാ പിറ്റത്താഴ്ച ദർസോടെ. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോയി, അവിടെയും തുടങ്ങി. എന്തിനാണ് ഈ തുടങ്ങുന്നത്? ആ നാട്ടുകാരെ അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ച് വിശുദ്ധ ഇസ്ലാമിന്റെ തനിമയാർന്ന ശൈലിയിലൂടെ സഞ്ചരിക്കുന്ന വക്താക്കളാക്കി മാറ്റാൻ. പുരുഷന്മാര് മാത്രമല്ല, സ്ത്രീകളും എല്ലാവരും വളർന്നു വരണം. സ്ത്രീകൾ ഇന്ന് നല്ലോണം പഠിക്കണം. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ നല്ലോണം പഠിക്കണം. പഠിച്ച് 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 നമ്മളങ്ങ് വളരണം. അള്ളാഹുവിന്റെ ദീന് നന്നായി പഠിക്കുമ്പോഴേ സമൂഹത്തിൽ സമൂലമായ മാറ്റങ്ങൾ വരൂ. എല്ലാവരും പഠിക്കണം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം 2-3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഹിജ്റ 5-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ജനിച്ച മഹാനാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. തങ്ങൾ പറഞ്ഞു, നീണ്ട കാലം പഠന തപസ്യയിൽ വിരാജിച്ച മഹാനവർകൾ പറഞ്ഞു, ഉന്നതമായ സ്ഥാനത്തേക്ക് ഞാൻ ഉയർന്നത് ഇബാദത്തിന്റെ മേൽവിലാസത്തിലല്ല, ഇൽമിന്റെ മേൽവിലാസത്തിലാണ്. ദറസ്തുൽ ഇൽമ ഹത്താ സിർതു ഖുതുബാ വനിൽതു സഅദ മിൻ മൗലൽ മവാലി. ഞാൻ ഇൽമു പഠിച്ച് 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 ഞാൻ അങ്ങ് ഖുതുബായി മാറി. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആഴത്തിലുള്ള പഠനമാണ്. 18ാമത്തെ വയസ്സിലാണ് ബഗ്ദാദിലേക്ക് പോകുന്നത്. പിന്നെ 33 വർഷത്തെ പഠനമാണ്. ഒരിക്കൽ പോലും നാട്ടിലേക്ക് മടങ്ങി വരാത്ത പഠനം. യാത്രയപ്പ് നടത്തുമ്പോൾ തന്നെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, മോനെ, ഈ മുഖം ഇനി ഖിയാമത്ത് നാളിൽ വരെ ഞാൻ കാണാത്ത ഒരു മുഖമാണ്. നിന്നെ ഞാൻ യാത്രയാക്കുന്നു, നീ പോയിക്കോ, അള്ളാഹുവിന്റെ മാർഗത്തിലായി ഇൽമു പഠിച്ചോ.
ഇനിയും നവോത്ഥാനങ്ങൾക്ക് ശക്തി പകരേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ നല്ല നല്ല മാർക്കുള്ള കുട്ടികളെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണക്ക് വന്ന് നമുക്കറിയാം. ദുഃഖമാണ്, സങ്കടമാണ് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ ദീനാണ് നമ്മുടെ മക്കളിലൂടെ ലക്ഷ്യം വെക്കേണ്ടത്. ദുനിയാവല്ല ഉദ്ദേശിക്കേണ്ടത്, ദീനാണ് ഉദ്ദേശിക്കേണ്ടത്. ദുനിയാവ് അല്ലാഹു തആല തരും. നല്ലവരായവർ വളർന്ന് വലുതായി വന്നാൽ ദുനിയാവ് അല്ലാഹു തആല തരും. മദീന പള്ളിയിൽ ഓതിക്കൊണ്ടിരിക്കുന്ന സഹോദരനെ കൊണ്ടുപോകാൻ ഒരു സഹോദരൻ വന്നു. എന്റെ സഹോദരൻ ഈ ദർസിലുണ്ട് നബിയെ, ഞാൻ ഒറ്റക്കാണ് തൊഴിലെടുത്ത് ജീവിക്കുന്നത്. ആ സഹോദരനും കൂടി വന്നാൽ ധാരാളം സമ്പത്ത് സംഭരിക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിപ്പടിക്കുന്ന മുത്തഅല്ലിമിനെ ചോദിച്ചു വന്ന സഹോദരന്റെ കൂടെ വിട്ടയച്ചില്ല. നമ്മളെ കണ്ണ് അവിടേക്കാണ്, മക്കളെ കൊണ്ട്. ഇപ്പുറത്ത് നമ്മൾ ദുആ ചെയ്യുന്നുമുണ്ട്, ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഖുർറത്തൈനി എന്താണെന്ന് നമുക്ക് തന്നെ അറിയൂല. അല്ലാഹുവേ, ഞങ്ങളെ മക്കളിൽ നിന്ന്, ഇണകളിൽ നിന്ന്, പേരക്കുട്ടികളിൽ നിന്ന് ഞങ്ങൾക്ക് കൺകുളിർമയാകുന്നത് തരണം. ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, ഖുർറത അയുനിൻ ഫിദ്ദീൻ, ദീനിൽ കൺകുളിർമയാർന്ന മക്കൾ. ഇനി വലിയ ആലിമുകളാകുന്നില്ലെങ്കിലും ദീനിന്റെ ബോധമുള്ള മക്കൾ വളർന്നു വരണം. അള്ളാഹുവിന്റെ ദീനിന്റെ ബോധമുള്ള മക്കൾ, അവർ കർമ്മരംഗത്ത് സജീവമായി ദീന് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഉമറാക്കളായി വളരണം. അങ്ങനെ ഒരു ശ്രദ്ധ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. റിയാദുസ് സ്വാലിഹീനും ഫത്ഹുൽ മുഈനും ഓതിയവരാണ് ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന പ്രായമുള്ള ആളുകൾ. പക്ഷെ ഇന്ന് വളർന്നു വരുന്ന തലമുറ അത് ഓതാത്തവരാണ് അധികവും. പഴയകാലത്തെ നാട്ടു ദർസുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് നീങ്ങിപ്പോകുന്നത് വലിയൊരു ദുരന്തത്തിന്റെ തുടക്കത്തിലേക്കാണ് സൂചന നൽകുന്നത്. പഴയതുപോലെ നമ്മളത് തുടങ്ങേണ്ടതുണ്ട്. ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഒരു അരമുക്കാൽ മണിക്കൂർ സമയം ഒരു ഉസ്താദിന്റെ കീഴിൽ വന്ന് SSLCക്കും +2നും അതിന്റെ അപ്പുറമൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഒരു അരമണിക്കൂർ ചെലവഴിച്ച് പഠിച്ചാൽ. പക്ഷെ നമ്മുടെ സമൂഹം എന്താ ചെയ്യുന്നവർ? വൈകുന്നേരം വരെ ക്ലാസ് കേട്ട് വന്ന കുട്ടിയെ ദീനിന്റെ ഇൽമു പഠിക്കാൻ വേണ്ടി വിടാതെ ആ സമയം കൂടി 12 മണി വരെ ട്യൂഷൻ കിട്ടുന്ന സെന്റർ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിടുകയാണ്. ദുന്യാവ് മതി, ദീന് വേണ്ട എന്നാണ് സമൂഹത്തിലെ മിക്ക ആളുകളുടെയും ഭാഷ്യം. അതുകൊണ്ടുണ്ടായിത്തീരുന്ന ദുരന്തങ്ങൾ പലരും ഇന്ന് അനുഭവിക്കുന്നുണ്ട്. മക്കളിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട്, പേരമക്കളിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ മക്കളെയും പേരമക്കളെയും ആ രൂപത്തിലേക്ക് വഴി നടത്തണം. അവരും ദീനിനെ കുറിച്ച് നല്ല വിവരമുള്ളവരായി വളർന്നു വരണം. പുരുഷന്മാരും സ്ത്രീകളൊക്കെ നന്നായി പഠിക്കണം. ഉമ്മമാരെ ഇൽമു പഠിക്കുന്ന, മസ്അല പഠിക്കുന്ന തലങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി മസ്അലകൾ പഠിക്കണം. പഴയകാലത്ത് പണ്ഡിത വനിതകളായി ജ്വലിച്ചു നിന്നവർ അന്നത്തെ കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയവരാണ്. അള്ളാഹുവിന്റെ ദീനിനെതിരായ വിഷയങ്ങൾ അത് കൽപ്പിക്കുന്നത് ജഡ്ജിയാണെങ്കിലും ജഡ്ജിയെ തിരുത്താൻ കഴിവുള്ളവരാണ് പഴയകാലത്തെ ഉമ്മമാരും. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നു പേരുള്ള മഹദി. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഉമ്മയെ കോടതി വിസ്തരിച്ചു ഒരു വിഷയത്തിന് സാക്ഷിയായിട്ട് 2 സ്ത്രീകൾ. ഷാഫി ഇമാം തങ്ങളുടെ ഉമ്മയുമുണ്ട്, മറ്റൊരു സഹോദരിയുമുണ്ട്. കോടതിയുടെ ഉള്ളിലെത്തിയപ്പോൾ ജഡ്ജി പറഞ്ഞു, ഈ 2 സ്ത്രീകളെയും 2 ഭാഗത്തേക്ക് നിർത്തണം. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ഉമ്മ പറഞ്ഞു ജഡ്ജിയോട്, അത് പറ്റില്ല, ആ നിയമം അള്ളാഹുവിന്റെ ദീനിനെതിരാണ്. 2 പേരും ഒരുമിച്ചാണ് നിൽക്കേണ്ടത്. എന്തിനാണ് 2 സ്ത്രീകളെ സാക്ഷിക്ക് പറഞ്ഞത്? ഒരു സ്ത്രീക്ക് എങ്ങാനും മറന്നുപോയാൽ മറ്റേ സഹോദരി ഓർമ്മപ്പെടുത്തി കൊടുക്കാനാണ്. കൂട്ടത്തിൽ ഒരു പെണ്ണും കൂടി. ഞങ്ങളെ 2 ഭാഗത്തേക്ക് നിർത്തിയാൽ എങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കൽ നടക്കും? ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഉമ്മ സലക്ഷ്യം പ്രതിപാദിച്ചപ്പോൾ ജഡ്ജി പറഞ്ഞു, എന്നാൽ ഒരുമിച്ച് നിൽക്കട്ടെ. ഇൽമാണ് ആ വിഷയത്തിൽ ജഡ്ജിയുടെ കണ്ണ് തുറപ്പിച്ചത്. ഇൽമാണ് എല്ലാ വിഷയത്തിനും വലിയ ആധാരം. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു 33 വർഷക്കാലം ബഗ്ദാദിൽ വെച്ച് ധാരാളം വിഷയങ്ങൾ പഠിച്ചെടുത്തപ്പോൾ അവിടുന്ന് പഠിപ്പിക്കുന്ന, ജനങ്ങൾക്ക് ശിക്ഷണം നടത്തുന്ന ഘട്ടത്തിൽ
അള്ളാഹുവിന്റെ ദീനിന് വലിയ പുരോഗതിയാണ് ഉണ്ടായത്. ഓരോ വർഷവും ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങളിൽ നിന്ന് തഹ്സീൽ നേടിപ്പോകുന്നവർ 3000 വരുന്ന ശിഷ്യന്മാരാണ്. സഹോദരങ്ങളെ, വർഷാവർഷം ഷെയ്ഖ് ജീലാനി തങ്ങളെ ദർസിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർ 3000 വരുന്ന ആളുകളാണ്. അങ്ങനെ നീണ്ടകാലം ദർസ് നടത്തിയപ്പോൾ ശിഷ്യന്മാരെ കണക്ക് നോക്കുമ്പോൾ അവസാനം ദർസിൽ വന്ന് ഓതിപ്പടിച്ച് തഹ്സീൽ നേടിയവർ തന്നെ 1,00,000-ലധികമുണ്ട്. മുരീദന്മാരായിട്ടുള്ള ആളുകൾ വേറെയുമുണ്ട്. ആ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒരു മജ്ലിസിൽ വന്ന് സംസാരിക്കുമ്പോ ആ സംസാരങ്ങൾ ഏറ്റെടുത്ത് എഴുതാൻ വേണ്ടി ഉതിർത്ത് വരുന്ന പൊന്തി വരുന്ന പേനകൾ 400-ലധികമാണ്. പണ്ഡിതന്മാരും അല്ലാത്തവരും അവിടുത്തെ ഇൽമ എഴുതിയെടുക്കുകയാണ്. ആ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഇൽമിന്റെ മുന്നിൽ എല്ലാവരും തലകുനിച്ചു കൊടുക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളെ വളർത്തിയെടുത്ത് ജനങ്ങളുടെ വിശ്വാസവും കർമ്മവും നന്നാക്കി 5-ാം നൂറ്റാണ്ടിലെയും 6-ാം നൂറ്റാണ്ടിലെയും 6-ാം നൂറ്റാണ്ടിലെ കാലത്ത് വലിയ സമുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ജനങ്ങളെ സമുദ്ധരിച്ചത് ഇൽമു കൊണ്ടാണ്. മുഖ്യമായും അതിന് മഹാനവറുകൾ കാരണമാക്കിയത് ദർസാണ്. ആ ദർസിൽ ധാരാളം ആളുകൾ വന്ന് പഠിക്കുകയാണ്. 3000 കുട്ടികൾ ഒരു വർഷം തഖ്രീജ് നേടിപ്പോകണമെങ്കിൽ എത്രമാത്രം പഠിതാക്കളാണ് ആ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ആ ദർസിൽ പഠിക്കുന്ന ഉലമാക്കൾ പിന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നീങ്ങുകയാണ്. അവരുടെ കീഴിലും അതുപോലെ ശിഷ്യന്മാര് വളരുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ദീന് ജനങ്ങളിലേക്ക് കൊടുത്തിട്ട് അവരെ വിശ്വാസവും കർമ്മവും ആത്മീയ മണ്ഡലങ്ങളും നന്നാക്കാൻ നല്ലവണ്ണം ഇൽമുള്ള ഉലമാക്കൾ ദർസീ രംഗത്ത് നിന്ന് ഇനിയും കടന്നു വരേണ്ടതുണ്ട്. അപ്പോഴേ നമ്മുടെ സമൂഹത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ അടിയുറപ്പിക്കാനും നിലനിർത്താനും കഴിയുകയുള്ളൂ. പണ്ഡിതന്മാരുടെ വളർച്ചയാണ് കാര്യമായിട്ടും അതിന് കാരണമായി വർത്തിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിലേക്ക് ജനങ്ങൾ കൂലം കുത്തി ഒഴുകുന്നു. ഇൽമു പഠിച്ച് വളർന്നപ്പോൾ ഗണ്ണിക്കാൻ വേണ്ടി വരുന്ന ഏത് ആളുകളെയും മഹാനവറുകൾ നേരിട്ടത് ഇൽമു കൊണ്ടാണ്. അള്ളാഹു ആ ഇൽമു കൊണ്ട് മഹാനവറുകൾക്ക് നൽകിയ കറാമത്ത് ധാരാളം കറാമത്തുകളാണ്, ബഹുമാനങ്ങളാണ്. ഇൽമു കൊണ്ട് മഹാനവറുകൾക്ക് അള്ളാഹു വലിയ ബഹുമാനം നൽകി. ആ ഇൽമിന്റെ ബഹുമാനം കൊണ്ട് ജനങ്ങളെ വഴി നടത്തി. രാജാക്കന്മാരെയും പണക്കാരെയും ഫിത്നക്കാരെയും അന്നത്തെ കാലഘട്ടത്തിലുള്ള പുത്തൻവാദികളായ ആളുകളെയും എല്ലാവരെയും ഷെയ്ഖ് ജീലാനി തങ്ങൾ തിരുത്തിയത് ഇൽമു കൊണ്ടാണ്. അന്നത്തെ കാലത്ത് മഹാനവറുകൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു കാണാൻ അന്നത്തെ ഭരണാധികാരി വലിയ പ്രസന്റേഷനുമായി ഷെയ്ഖ് ജീലാനി തങ്ങളെ ഹദ്റത്തിലേക്ക് വന്നു. അബുൽ മുളഫർ അൽ മുസ്തൻജിദു ബില്ലാ എന്ന് പറയുന്ന ഭരണാധികാരി ഷെയ്ഖ് ജീലാനി തങ്ങളെ സവിധത്തിൽ വന്നു സലാം പറഞ്ഞു. സലാം പറഞ്ഞിട്ട് വസിയത്തുകൾ ആവശ്യപ്പെട്ടു. ഷെയ്ഖ് ജീലാനി തങ്ങൾ വസിയത്തുകളൊക്കെ നൽകി. പക്ഷേ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് 10 പണസഞ്ചികളാണ്. ഓരോ സഞ്ചികളും ഖാദിമീങ്ങൾ ചുമക്കണമെങ്കിൽ 10 ആളുകൾ വേണം. അത്രയും അധികം പണസഞ്ചിയാണ്, ദിർഹമാണ്, ദീനാറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മുന്നിലത് വെച്ചപ്പോൾ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ആ പണസഞ്ചിയിലേക്ക് നോക്കിയിട്ട് അള്ളാഹു നൽകിയ ഇൽമു കൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, ലാ ഹാജത ലീ ഫീഹാ, ഈ പണക്കിഴി ഒന്നും എനിക്ക് ആവശ്യമില്ല, എല്ലാം കൊണ്ടുപോയിക്കോളൂ. അപ്പൊ ജനങ്ങൾക്ക് മുന്നിൽ രാജാവ് ഭരണാധികാരി പറ്റ താഴോട്ട് പോവുകയാണ്. ഇത്രയും വലിയ പണം ശേഖരിച്ചു കൊണ്ടുവന്ന പണസഞ്ചി ഒന്നും എനിക്ക് വേണ്ട, ഒക്കെ കൊണ്ടുപോയിക്കോളൂ. അദ്ദേഹം പറഞ്ഞു സ്വീകരിച്ചേ പറ്റൂ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു സ്വീകരിക്കാൻ ഒരു നിലക്കും കഴിയില്ല, നിങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിലൊക്കെ കൊണ്ടുപോയിക്കോളൂ. ഭരണാധികാരി പറഞ്ഞു ഇല്ല, സ്വീകരിച്ചേ പറ്റുള്ളൂ. അപ്പൊ ആ ഭരണാധികാരിക്ക് ശരിയായ നിലക്കുള്ളൊരു ഇൽമ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു തആല ആഴത്തിൽ ഇൽമു പഠിച്ചപ്പോ മഹാനവറുകളുടെ മനസ്സ് നിറയെ വിജ്ഞാനം കൊണ്ട് നിറച്ച് ആര് മുന്നിൽ ഏത് രൂപത്തിൽ വന്നാലും ഏത് കോലത്തിലാ ഏത് രൂപത്തിലാ എന്തുദ്ദേശത്തിലാ വന്നതെന്ന് പറയാതെ അറിയുന്നൊരു ഇൽമ് അല്ലാഹു തആല അവിടുത്തേക്ക് നൽകി. പഠിച്ചിട്ട് കിട്ടുന്ന ഇൽമ, പഠിച്ചങ്ങോട്ട് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ അല്ലമഹുല്ലാഹു മാലം യഅലം, പഠിച്ചതനുസരിച്ച് അമല് ചെയ്താൽ അല്ലമഹുല്ലാഹു മാലം യഅലം,
അറിയാത്തത് അല്ലാഹു തആല പഠിപ്പിച്ചു തരും, അറിയിച്ചു തരും, മനസ്സിലങ്ങോട്ട് അറിയിച്ചു തരും. അതിന് കശ്ഫ് എന്ന് പറയും, കറാമത്ത് എന്ന് പറയും. അത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മറ്റു ഉലമായിനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ധാരാളം ഉണ്ടായിട്ടുണ്ട്. ആ ഇൽമ അവർ പകർത്തി കൊടുക്കുന്നത് മുന്നിൽ വന്ന ആളെ നന്നാക്കാനാണ്, സമുദ്ധരിക്കാനാണ്. അതൊരു സമൂഹത്തെ മൊത്തം സമുദ്ധരിക്കും, ചിലപ്പോൾ ഓരോ വ്യക്തികളെ സമുദ്ധരിക്കും. ഇത് രാജാവിനെ നന്നാക്കിയാൽ തന്നെ പ്രജകൾ കുറെ നന്നാവും. അപ്പൊ ഭരണാധികാരിയോട് പറഞ്ഞതൊന്നും സ്വീകരിക്കൂല, കൊണ്ടുപോയിക്കോളൂ. പിന്നെയും അദ്ദേഹം പറഞ്ഞു സ്വീകരിക്കണം, സ്വീകരിക്കണം. ഷെയ്ഖ് ജീലാനി തങ്ങൾ 2 പണസഞ്ചി എടുത്തു. ഒന്ന് വലത്തെ കൈയിലും മറ്റേത് ഇടത്തെ കൈയിലും പിടിച്ചിട്ട് 2 ഒന്ന് കൂട്ടിപ്പിടിച്ചൊന്ന് പിഴിഞ്ഞു. പിഴിഞ്ഞപ്പോൾ ജനങ്ങൾ മുഴുവനും അത്ഭുതപ്പെട്ടു പോയി. അതിൽ നിന്ന് തായോട്ട് ഉറ്റി വീഴുന്നത് രക്തമാണ്. പണക്കിഴിയിൽ നിന്ന് തായോട്ട് ഉറ്റി വീഴുന്നത് രക്തമാണ്. രക്തം ഇങ്ങനെ ഒലിച്ചു നീങ്ങുന്നു. എന്നിട്ട് പറഞ്ഞു, അബുൽ മുളഫറേ അമാ തസ്തഹീ മിനല്ലാഹി അൻ തഅഖുദ ദിമാഅൻ നാസ്. ജനങ്ങളിൽ നിന്ന് അക്രമമായി സ്വീകരിച്ചെടുത്ത പണക്കിഴി എന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് നാണമില്ലയോ? ജനങ്ങളിൽ നിന്ന് സ്വീകരിച്ച അവിഹിതങ്ങളാണ് ഈ കൊണ്ടുവന്നതൊക്കെ. ഒരിക്കലും ന്യായപരമായി ജനങ്ങളിൽ നിന്ന് സ്വീകരിച്ചതല്ല, സ്വീകരിക്കാൻ പറ്റാത്തതാണ്. എന്നിട്ട് അത് എന്റെ അടുത്തേക്ക് വന്നിട്ട് സ്വീകരിക്കാൻ പറയുകയാണോ? ഈ രക്തം ഇങ്ങനെ ഒഴുകുന്നത് കണ്ടപ്പോൾ അബുൽ മുളഫർ ബോധം കെട്ട് വീണുപോയി. ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, വൈസത്തിൽ മഅബൂദ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലൗലാ ഹുർമത്തു ഇത്തിസാലിഹി ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലതറക്തു ദമ യജ്രി ഇലാ മൻസിലിഹി. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള കണക്ഷൻ എന്നൊരു ബഹുമാനം നിങ്ങൾക്കില്ലെങ്കിൽ, നിങ്ങൾ ആ തരത്തിൽ കുടുംബപരമായി നബി തങ്ങളോട് ബന്ധമുള്ള ഒരാളാണ്, അതുകൊണ്ട് തൽക്കാലം നിങ്ങൾക്ക് ചെറിയൊരു വിട്ടുവീഴ്ച, ആ ഒരു ബഹുമാനം നിങ്ങൾക്കില്ലെങ്കിൽ ഈ പണക്കിഴി മുഴുവനും ഞാൻ പിഴിഞ്ഞെടുത്ത് നിങ്ങളെ വീട്ടുമുറ്റത്തേക്ക് രക്തം ഞാൻ ഒഴുക്കി തരുമായിരുന്നു. പക്ഷെ ആ ഒറ്റ ബഹുമാനമുള്ളത് കൊണ്ട്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കുടുംബ ബന്ധം എന്നൊരു ബഹുമാനമുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളെ തൽക്കാലം വിടുകയാണ്. ഇനി മേലാൽ ഈ രൂപത്തിലുള്ള പണങ്ങളുമായിട്ട് ജനങ്ങളിൽ നിന്ന് അവിഹിത മാർഗം സ്വീകരിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. നിങ്ങൾ നോക്ക്, ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പരിവർത്തിപ്പിക്കുന്നത് ഒരു രാജ്യത്തെ മാത്രമാണ്. ഒരു ഭരണാധികാരി നന്നായാൽ ആ രാഷ്ട്രം മൊത്തം നന്നായി. നല്ല പാരിതോഷികങ്ങളോ പ്രസന്റേഷനുമായി വന്ന ഭരണാധികാരിയെ മഹാനവറുകൾ ചികിത്സിച്ച് മാറ്റുന്നത്, ഭരണാധികാരി കൊണ്ടുവന്നിരിക്കുന്നത് മുഴുവനും അവിഹിതമാണ്. ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റാതെ സ്വീകരിച്ചെടുത്ത, അവരെ രക്തത്തിന് തുല്യം സ്വീകരിച്ചെടുത്ത സ്വത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്വീകരിക്കൂല. ഇനി ഇമ്മാതിരി സ്വത്തായിട്ട് ഇങ്ങോട്ട് വരരുത്. ഭരണാധികാരി വസിയത്ത് ചോദിക്കുകയാണ് നന്നാകാൻ വേണ്ടി. കണ്ടോ നിങ്ങൾ, അല്ലാഹു തആല ഇൽമു കൊണ്ട് കൊടുക്കുന്നൊരു മാറ്റം. അവരെ മനസ്സിൽ അല്ലാഹു നൽകിയ ഇൽമു കൊണ്ട് ആ ഭരണാധികാരിയുടെ ചീഞ്ഞ സ്വഭാവങ്ങൾ മാറ്റുകയാണ്. അക്രമപരമായി ജനങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സ്വഭാവം മാറ്റുകയാണ്. മുമ്പിൽ ഇരുന്നു കൊണ്ട് വസിയത്ത് ചോദിക്കുന്നു, എന്നെ നന്നാക്കി തരണം, എനിക്ക് നിർദ്ദേശങ്ങൾ തരണം, നല്ല ഭരണം ഭരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരണം. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഇടപെടൽ കൊണ്ട് ആ രാജ്യത്തെ ഭരണാധികാരിക്ക് മാറ്റം വന്നാൽ സമൂഹത്തിന് മൊത്തം വരുന്നൊരു മാറ്റമാണത്. ജനങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമാധാനമാണ്. മറ്റൊരു ദിവസം ഇതേ അബുൽ മുളഫർ യൂസുഫ് എന്ന് പറയുന്ന ഭരണാധികാരി ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിൽ വന്നു. അന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് വിചാരിച്ചു, ഇന്നെന്റെ മനസ്സിന് സമാധാനമാകുന്ന വല്ല ബഹുമാനങ്ങളും കണ്ടിരുന്നെങ്കിൽ. മനസ്സിൽ അങ്ങനെ ഉദ്ദേശിച്ചപ്പോഴേക്ക് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അമാ തുരീദു, എന്താണ് നിനക്ക് വേണ്ടത്? എന്നിൽ നിന്ന് വല്ലതും കാണണമെന്ന് നിന്റെ മനസ്സുകൊണ്ട് നീ വിചാരിച്ചില്ലേ? എന്താ നിനക്ക് വേണ്ടത്? ഉടനെ അദ്ദേഹം പറഞ്ഞു, തുഫാഹം മിനൽ ഗൈബ്, അദൃശ്യ സ്ഥാനത്ത് നിന്ന് എനിക്കൊരു ആപ്പിൾ എടുത്തു തരണം. ആ സന്ദർഭം ആപ്പിൾ എവിടെയും കായ്ക്കുന്ന സമയമല്ല, അതുകൊണ്ട് ആ ആപ്പിൾ പറഞ്ഞത്. എനിക്കൊരു ആപ്പിൾ എടുത്തു തരാൻ പറ്റുമോ
പറ്റുമോ? ശൈഖ് ജിലാനി റളിയല്ലാഹു അൻഹു ഒന്നല്ല രണ്ടെണ്ണമാണ് എടുത്തത്. ശൂന്യതയിലേക്ക് കൈ നീട്ടിയിട്ട് 2 ആപ്പിൾ എടുത്തു. ആപ്പിൾ എടുത്തിട്ട് അതുകൊണ്ടല്ല കാര്യമായിട്ട്, പക്ഷേ ആപ്പിൾ കൊണ്ട് മറ്റൊരു രൂപം കാണിച്ചു കൊടുത്ത് ചികിത്സിക്കുന്നുണ്ട്. ഒരാപ്പിൾ ശൈഖ് ജിലാനി റളിയല്ലാഹു അൻഹു കയ്യിൽ പിടിച്ചു, മറ്റൊന്ന് രാജാവിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ടത് പൊട്ടിക്കാൻ പറഞ്ഞു. ശൈഖ് ജിലാനി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുള്ളത് പൊട്ടിച്ചപ്പോൾ നല്ല വെളുപ്പാണ് ഉള്ളിൽ. അതിൽ നിന്ന് നല്ല കസ്തൂരി പോലത്തെ സുഗന്ധവാസന അടിച്ച് വീശുന്നു. മുസ്തൻജിദ് ബില്ലാഹി എന്ന് പറയുന്ന ഭരണാധികാരി കയ്യിലിരിക്കുന്നത് പൊട്ടിച്ചപ്പോൾ അത് മുഴുവനും പുഴുക്കൾ നിറഞ്ഞിരിക്കുന്നു. ശൈഖ് ജിലാനി റളിയല്ലാഹു അൻഹു ഈ ബഹുമാനം കൊണ്ട്, ഈ ഇൽമു കൊണ്ട് ഇനിയും ആ മനുഷ്യനെ ചികിത്സിക്കുകയാണ്, നന്നാക്കുകയാണ്, പരിവർത്തിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ആ ശൈഖ് ജിലാനി റളിയല്ലാഹു അൻഹു പള്ളി ദർസുകളിൽ ഓതിയിട്ടാണ് ഈ വലിയ നവോത്ഥാന രംഗത്തേക്ക് പ്രവേശിച്ചത്. അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു ഷാഫി മദ്ഹബ് നന്നായി പഠിച്ചാണ് ഈ മേഖലയിലേക്ക് ജനങ്ങളെ പരിവർത്തിപ്പിക്കാൻ വന്നത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖ് അഹ്മദുൽ ബദവി ഖദ്ദസല്ലാഹു സുബ്റഹുൽ അസീസ് വലിയ ഖുതുബല്ലേ, അവരും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മദ്ഹബ് പഠിച്ച് ജനങ്ങളെ സമുദ്ധാരണം നടത്തി. ഖുതാബുകൾ മുഴുവനും അങ്ങനെയാണ്. ശിഷ്യഗണങ്ങളായി വന്ന് പഠിച്ച് പിന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ മനസ്സും പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളും മാറ്റി അന്ധകാര വിശ്വാസങ്ങൾ മുഴുവനും തുടച്ചു നീക്കി ജനങ്ങളെ സമുദ്ധരിക്കുന്നു. അതിലാരെയും അവർ മാറ്റി നിർത്തുന്നില്ല. ഇമാം നബി റളിയല്ലാഹു അൻഹു പഠിച്ചു തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ ഇമാം നബി റളിയല്ലാഹു അൻഹു അക്രമത്തിനെതിരെ, രാജഭരണത്തിലുള്ള അനീതിക്കെതിരെ മഹാനവറുകൾ ശബ്ദിക്കാറുണ്ട്. അന്ന് കുട്ടിക്കാലമാണെങ്കിലും പഠിക്കുന്ന വിഷയങ്ങൾ പുറത്തു പറയാൻ, ഹക്കായത് ധൈര്യത്തോടെ പറയാൻ ഒരിക്കലും മഹാനവറുകൾക്ക് ഭയം തോന്നിയിട്ടില്ല. പഠനം കഴിഞ്ഞിട്ട് അധ്യാപനത്തിന്റെ മേഖലയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അന്നാട്ടിലെ ബൈബറൂസ് രാജാവ് ജനങ്ങളിൽ നിന്ന് അവിഹിതമായി പണം സ്വീകരിക്കുന്നു എന്നറിഞ്ഞപ്പോ ഇമാം നബി റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, ഒരൊറ്റ കുട്ടിയും കാശ് കൊടുത്തു പോകരുത്. രാജാവ് നിർദ്ദേശിച്ച തുക ആരും കൊടുക്കരുത്. സുബ്ഹാനല്ലാഹ്, രാജാവിനെതിരെ ശബ്ദിക്കാൻ ഇമാം നബി റളിയല്ലാഹു അൻഹു, അതെ, എന്താണ് അല്ലാഹു നൽകിയിരിക്കുന്നത്? ഇൽമെന്ന ആയുധമാണ്. അത് ശരിയാ മണ്ണം സ്വീകരിച്ച ഒരു മനുഷ്യൻ, ഒരു പണ്ഡിതന് നടത്താൻ കഴിയുന്ന പരിവർത്തനം രാജ്യത്ത് വേറെ ഏത് സ്വാധീനമുള്ള വ്യക്തിക്കും നടത്താൻ കഴിയൂല. ഇൽമു കൊണ്ട് അമൽ ചെയ്യുന്ന ഉഖ്റവിയായ ആലിമിന് സഹായം കൊടുക്കുന്നത്, ശക്തി കൊടുക്കുന്നത്, സംരക്ഷണം കൊടുക്കുന്നത് അല്ലാഹുവാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മറ്റു മഹാരഥന്മാരായ അയിമ്മത്തുകളും സൂഫിയാക്കളും സ്വാലിഹീങ്ങളുമാണ്. എല്ലാവരും പിൻബലം നൽകിയിട്ട്, പിന്തുണ നൽകിയിട്ട്, നല്ല ശക്തി പകർന്നിട്ട് ആലിമിന് വലിയ ശക്തി കൊടുക്കുന്നു. ഇമാം നബി റളിയല്ലാഹു അൻഹു കാശ് കൊടുക്കരുത് എന്ന് പറഞ്ഞു. കാശ് കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോ രാജാവിന് ചൂടായി. ഇമാം നബി റളിയല്ലാഹു അൻഹുവോട് വരാൻ വേണ്ടി പറഞ്ഞു. രാജാവിന്റെ ദർബാർ ഹാളിലേക്ക് പോകുമ്പോൾ പലരും ചോദിച്ചു ഇമാം നബി റളിയല്ലാഹു അൻഹുവോട്, ഞങ്ങൾ ആരെങ്കിലും പോരണോ? ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരും പോരണ, ഞാൻ ഒറ്റക്ക് പോയിക്കോളാം. അങ്ങനെ ധൈര്യമാണ്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചില്ലേ, സഹോദരൻ കൂട്ടുകാരൻ ചോദിച്ചില്ലേ, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ പോരണോ? ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, നീ എവിടെ കിടന്നു, ഞാൻ ഒറ്റക്ക് പോയിക്കോളാം. ഇവിടെയുള്ള കോടതിയോടും ബ്രിട്ടീഷുകാരോടല്ലേ, ഒക്കെ നേരിടാൻ ഞാൻ തന്നെ മതി, ആവശ്യമുണ്ടെങ്കിൽ വിളിച്ച് അവിടെ കിടന്നോളൂ. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു നടത്തിയ പരിവർത്തനം ചെറിയ പരിവർത്തനമാണോ സഹോദരങ്ങളെ? തോറ്റുപോയില്ലേ ബ്രിട്ടീഷുകാർ മുഴുവൻ ഉമർ ഖാദിയുടെ മുന്നിൽ? ആ സത്യം സത്യമായി സാധാരണ നമ്മൾ പറയുന്ന ഭാഷയിലല്ലെങ്കിലും എഴുതിയ മൗലവി അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് ഓർമ്മക്കുറിപ്പിൽ എഴുതില്ലേ? ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് അള്ളാഹു നൽകിയ വലിയ ബഹുമാനം കൊണ്ടാണ്, കറാമത്ത് കൊണ്ടാണ്. നമ്മൾ പറയുമ്പോൾ കറാമത്ത് എന്ന് പറഞ്ഞാൽ സംഗതി ആകെ തിരുത്തപ്പെടുമല്ലോ. അതുകൊണ്ട് മലയാളത്തിൽ ഇങ്ങനെ എഴുതാം, അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന്. അതാണ് സുഖം. ഉമർ ഖാദി റളിയല്ലാഹുവിന്റെ ആരെ പേടി? ഏത് ബ്രിട്ടീഷുകാരെ പേടി? അള്ളാഹു നൽകിയ ഇൽമനുസരിച്ച് അമൽ ചെയ്യുന്ന ഉഖ്റവിയായ ഒരു ആലിമിന് അള്ളാഹു നൽകുന്ന കഴിവും ബഹുമാനവും ഒന്ന് വേറെ തന്നെയാണ്. ഇമാം നബി റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരോട് പറഞ്ഞു, ആരും പോരണേ, ഞാൻ ഒറ്റക്ക് പോയിക്കോളാം.
ഒറ്റക്ക് വരവ് കണ്ടപ്പോൾ തന്നെ കൊട്ടാരത്തിൽ സംസാരമുണ്ട്. ഒറ്റക്കാണ് വരുന്നത്, ചെറിയ ധൈര്യമൊന്നും അല്ലട്ടോ, ഒറ്റക്കാണ് വരുന്നത്. ബൈബറൂസ് രാജാവിൻ്റെ തൊട്ട് വലതു ഭാഗത്തായിട്ട് വാളും പിടിച്ച് നിൽക്കുന്ന ഒരാളുണ്ട്. ഇടത്തെ ഭാഗത്തായിട്ട് പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഒപ്പിയെടുത്ത് വായിക്കാൻ നിൽക്കുന്ന ആളുണ്ട്. ഇമാം നബി റളിയല്ലാഹു അൻഹു നേരെ അങ്ങോട്ട് നടന്നു ചെന്നു. അപ്പൊ ആ രാജാവ് ഒന്ന് പരുങ്ങിപ്പോയി. ദേശത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന ആള് ഒന്ന് ചുരുങ്ങിയിട്ട് വളരെ മിതമായ ശൈലിയിൽ മൃദുലമായ ഭാഷയിൽ ചോദിച്ചു, നിങ്ങളാണോ എതിർക്കുന്നത്? ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ തന്നെയാണ്, സംശയമൊന്നും വേണ്ട. നിങ്ങൾ എന്തിനാ എതിർക്കുന്നത്? രാജാവേ, നിങ്ങൾ അനുഭവിക്കുന്ന സുഖങ്ങൾ എത്രയാണ്, നിങ്ങൾക്ക് സേവകന്മാരെത്രയാണ്, തോഴിമാരെത്രയാണ്, സൈനികരെത്രയാണ്, ഇത്ര സുരക്ഷിതത്വം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? അതിൻ്റെ എണ്ണമൊന്ന് കുറച്ച് ആ ജനങ്ങൾക്ക് വേറെ ജോലി കൊടുത്ത് അവർക്ക് കൊടുക്കുന്ന ശമ്പളം ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങളെ പദ്ധതി നടത്തിക്കൂടെ? പിന്നെയും പിന്നെയും ജനങ്ങളിൽ നിന്ന് പിടിച്ചു പറ്റുന്നത് എന്തിനാണ്? മാർഗങ്ങൾ ഇമാം നബി റളിയല്ലാഹു അൻഹു ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചപ്പോ രാജാവ് പറയുന്നു, നിങ്ങൾ ഇനി എന്റെ സ്ഥാപനത്തിൽ ജോലിയെടുക്കാൻ പാടില്ല. ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നു, അതുകൊണ്ട് ഞാൻ പരാജയപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഞാൻ ഇൽമു പകർത്തിക്കൊടുത്ത ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്. അവര് ഹയാത്തുള്ള കാലത്തോളം നിങ്ങൾ ആ നീതിക്കെതിരെ ശബ്ദിക്കും കേട്ടോ. നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ആ കോളേജിൽ നിന്ന് എന്നോട് പുറത്തു പോകാൻ പറഞ്ഞാലും ഈ അനീതിക്കെതിരെയുള്ള ശബ്ദം അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതി പോകരുത്. രാജാവ് പറഞ്ഞു, ഇദ്ദേഹത്തിന് ശമ്പളം കൊടുക്കരുത്. അപ്പൊ അംഗരക്ഷകര് പറഞ്ഞു, രാജാവേ, ഇത്രയും കാലം ജോലി എടുത്തിട്ടൊരു ശമ്പളവും വാങ്ങിയിട്ടില്ല. ഉപ്പ നല്ല കച്ചവടക്കാരനാണ്, സമ്പന്നനാണ്, ഉപ്പാന്റെ സമ്പത്തിലാണ് ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്. അപ്പൊ പിന്നെ രാജാവ് പരാജയപ്പെട്ടു, ശമ്പളം വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ, എന്നാ നമ്മുടെ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കൊടുക്കരുത്. അപ്പോഴും അവര് പറഞ്ഞു, ക്യാൻറ്റീനിൽ നിന്ന് ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഉപ്പ ചിലപ്പോഴൊക്കെ രാവിലെ ഭക്ഷണം കൊണ്ടുവരും, വൈകുന്നേരം അതുകൊണ്ട് നോമ്പ് തുറക്കും. ചിലപ്പോ വൈകുന്നേരം ഭക്ഷണം കൊണ്ടുവരും, അതുകൊണ്ട് രാവിലെ അത്താഴം കഴിക്കും. അങ്ങനെയാണ് ജീവിതം. ഒരിക്കൽ പോലും നമ്മുടെ കീഴിലുള്ള ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പതിവില്ല. നിങ്ങൾ ഈ നാട് വിട്ടു പോകണമെന്ന് രാജാവ് അവസാനം പറഞ്ഞു. ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകാനല്ലേ പറയുന്നത്, ഞാനങ്ങ് പോയേക്കാം. പക്ഷേ നിങ്ങളെ വിഷയം അതുകൊണ്ട് നടക്കുമെന്ന് കരുതണ്ട. നല്ല അന്തസ്സോട് ആത്മാഭിമാനത്തോട് ഒരു കുറവില്ലാതെ പറയേണ്ട വിഷയങ്ങളൊക്കെ റെഡിയായി പറഞ്ഞ് ഇമാം നബി റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോകുമ്പോൾ രാജാവ് ഒന്നിങ്ങനെ വിറച്ചു നിൽക്കുമ്പോൾ ചോദിച്ചു, അല്ല രാജാവേ, വന്ന പാടെ കുറ്റപാത്രം വായിച്ച് വിധി പുറപ്പെടുവിച്ചാൽ ആരാച്ചാറും ആളുകൊണ്ടൊരു വെട്ടങ്ങ് വെട്ടിയ സംഗതി തീർന്നില്ലേ? രാജാവ് പറഞ്ഞു, നടക്കൂല, അത് നടക്കൂല. ആ പണ്ഡിതൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ രണ്ട് തോളിന്റെ ഭാഗത്തുനിന്നും രണ്ട് സിംഹങ്ങൾ വാ പുലർത്തി നിൽക്കുന്നത് ഞാൻ കണ്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വിഷയങ്ങളൊക്കെ മാറ്റിയത്. കുറ്റപത്രം വായിക്കാൻ പറയാൻ എനിക്ക് അറിയാത്തതുകൊണ്ടൊന്നല്ല, പക്ഷെ കുറ്റപത്രം വായിക്കുമ്പോൾ ഇമാം നബി റളിയല്ലാഹു അൻഹു അല്ല പോകുക, ഞാൻ ആദ്യം പോകുക. ഇമാം നബി റളിയല്ലാഹു അൻഹു ഒന്നും സംഭവിക്കൂല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്. എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം എപ്പോഴും സത്യമാർഗത്തിൽ അടിയുറച്ചു നിൽക്കും. ലാ യദുർറുഹും മൻ ഖാലഫൂഹും. അവരെ എതിർക്കുന്ന ആളുകൾ അവർക്കൊരു പ്രശ്നമല്ല, അവർക്കൊരു പ്രശ്നമല്ല, അവർക്കൊരു പുല്ലല്ല. ആര് എത്ര കഴിവും സ്വാധീനമുള്ള ആള് എതിർത്താലും പറയേണ്ട ഹക്ക് അവർ തുറന്നടിച്ചു പറയും. ഹദീസ് വിശദീകരിച്ച് ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞു, ഈ ത്വായിഫത്ത് കൊണ്ട് ഉദ്ദേശം അഹ്ലുൽ ഇൽമി, പണ്ഡിതന്മാരാ.
പണ്ഡിതന്മാര് നിലനിൽക്കുന്ന കാലത്തോളം, മുഅ്മിനീങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം ദീനായി നടത്താൻ പണ്ഡിതന്മാരിവിടെ നിലവിലുണ്ടാകും. എല്ലാ പണ്ഡിതന്മാർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ ആ വഴിയിലായി അല്ലാഹു വളർത്തി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ കൊട്ടാരത്തിൽ നിന്ന് പറന്ന് ഇറങ്ങുമ്പോ ഇമാം നബവി റളിയല്ലാഹുവിന്റെ ഭാഷ്യം മുഴുവനും കൊട്ടാരത്തിലുള്ള ആളുകളും നാട്ടുകാരും മൊത്തം കേൾക്കുന്ന സമയത്ത് ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ഉപ്പാക്ക് എന്തൊരു സന്തോഷമാണ്. ആ ഉപ്പാന്റെ മനസ്സിന്റെ കുളിര്, ആ ഉപ്പാന്റെ കണ്ണിന്റെ കുളിര്, മനസ്സിന്റെ സന്തോഷം വിവരിച്ച് തീർക്കാൻ കഴിയുമോ? ആ ഉമ്മാന്റെ സന്തോഷം പറഞ്ഞു തീർക്കാൻ കഴിയുമോ? സഹോദരങ്ങളെ, നമ്മുടെ മോനാണല്ലോ സത്യത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്ന് കൊട്ടാരത്തിൽ പോയി രാജാവിന്റെ മുന്നിലും സത്യം തുറന്നു പറഞ്ഞത്, അല്ലാഹുവിന്റെ ദീന് തുറന്നു പറഞ്ഞത്. അൽഹംദുലില്ലാഹ്. ചെറിയ സന്തോഷമല്ലത്, വലിയ സന്തോഷമാണ്. അതാണ് ദുനിയാവിൽ വെച്ച് നമ്മൾ കാണാൻ ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ മക്കളെയും പേരമക്കളെയും ആ തരത്തിൽ അല്ലാഹു വഴി നടത്തി തരട്ടെ. ശിഷ്യന്മാരെയും ആ തരത്തിൽ അല്ലാഹു തആല ആക്കി തരട്ടെ. ദീനിൽ ഖുർറത്ത് ഐനായ മക്കൾ ഏറ്റവും വലിയ കുളിർമ നൽകുന്നത് ഉലമാഇനെ കൊണ്ട്, മുതഅല്ലിമീങ്ങളെ കൊണ്ട്. ഒരു ഉപ്പാക്ക് ഏറ്റവും വലിയ സന്തോഷം മക്കളൊക്കെ ആലിമീങ്ങളായി മാറിയിട്ട് നവോത്ഥാന പ്രവർത്തനങ്ങളിൽ അവരിങ്ങനെ സംബന്ധിക്കുമ്പോൾ ഉള്ള സന്തോഷം ചെറുതല്ല. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ വളർച്ച കാണാൻ ഉപ്പയില്ല. പക്ഷേ ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ 54 വർഷത്തെ ജീവിതവും ആ ഉപ്പ കിടക്കുന്നിടത്ത് വെച്ച് ആസ്വദിച്ചിട്ടുണ്ടാകും. ധാരാളം, കുറച്ചൊന്നല്ല, ധാരാളം ആസ്വദിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും അങ്ങനെയല്ലേ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തനങ്ങൾ കാണാൻ ഉപ്പയുണ്ടായിട്ടില്ല. പക്ഷെ ആ ഉപ്പ നല്ലോണം ആസ്വദിച്ചിട്ടുണ്ടാകും, ആനന്ദിച്ചിട്ടുണ്ടാകും. ഇമാം നബവി റളിയല്ലാഹു അൻഹു ഈ പടപുരുതൽ നടക്കുന്ന സമയത്ത് ഉപ്പയുണ്ട്, കച്ചവടക്കാരനായ ഉപ്പയുണ്ട്. ഉപ്പാന്റെ മനസ്സിലുള്ള സന്തോഷം അന്ന് ഉസ്താദ് വന്ന് ചോദിച്ചപ്പോൾ ഓതാൻ വിട്ടത് വലിയ സന്തോഷമായി മാറി. അന്നെങ്ങാനും ഞാൻ എൻ്റെ കുട്ടിയെ കച്ചവടക്കാരനാക്കാന്നാ പറഞ്ഞെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഈ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും? ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇമാം നബവി റളിയല്ലാഹു അൻഹു 45 വർഷം കൊണ്ട് വരുത്തിയ മാറ്റങ്ങൾ ഇന്നും ആ മാറ്റങ്ങൾ ഭൂമികയിൽ നിലനിൽക്കുന്നുണ്ട്. ആ മാറ്റങ്ങളിലാണല്ലോ പ്രശ്നകലുഷിതമായ രംഗങ്ങൾ വരുമ്പോൾ പണ്ഡിതന്മാര് തീർപ്പ് കൽപ്പിക്കുന്നത്. മിൻഹാജ് എന്ന് പറയുന്ന വിശ്രുതമായ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് മസ്അലകൾ അടർത്തിയെടുത്തിട്ട് ഇന്നും പ്രശ്നകലുഷിതമായ വിഷയങ്ങൾ വരുമ്പോ, കുടുംബപരമായും വൈയക്തികമായും സാമൂഹികമായുമുള്ള പ്രശ്നങ്ങൾ വരുമ്പോ പ്രതിവിധി നിർവചിക്കുന്നത് ആ വലിയ പണ്ഡിതന്റെ വാക്കുകളുടെ വിശദീകരണത്തിൽ നിന്നാണ്. ഒരു പക്ഷേ അതിന്റെ ഒരു ചെറിയ ലമീറിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ലമീറുമായി ബന്ധിക്കുന്ന മുതഅല്ലഖ് അലൈഹിയിൽ നിന്നാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു സൗന്ദര്യമാണ് ഇൽമു കൊണ്ട് അല്ലാഹു തആല ഭൂമി ലോകത്ത് ഉലമാഇന് നൽകിയത്. ചെറിയ സൗന്ദര്യമല്ല. ഈ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാര് അവരെ ഇൽമു ആശ്രയിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഫത്വ നൽകിയിട്ട് ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുമ്പോ പരിഹാരം ലഭിക്കുന്ന ആളുകളുടെ മനസ്സിലെ സന്തോഷവും ഹക്കായ വഴി കിട്ടിയതിന്റെ സൗരഭ്യവും സഹോദരങ്ങളെ ഒരു തലമുറ കൊണ്ട് തീരുന്നില്ല. തലമുറകളായി അത് നിലനിന്നു വരുന്നു. കഴിഞ്ഞ കാലത്തെ പണ്ഡിതന്മാർ നൽകിയ ഫത്വകൾക്ക് ഇന്നും എന്തൊരു സൗന്ദര്യമുണ്ട്. അബു സഅദാത്ത് അഹ്മദ് കോയ ശാലിയാത്തിയുടെ ഫതാവൽ അസ്ഹരിയ വായിച്ചു നോക്കൂ, ഇന്നും എന്തൊരു പ്രാബല്യമുണ്ട്. വിവാഹമോചന സംബന്ധിയായി വന്ന ഫത്വകൾ ഇന്നത്തെ കാലത്തേക്കും വളരെ ഫിറ്റാണ്. കുടുംബത്തിലുള്ള തർക്കങ്ങൾ തീർത്തത്, വഖഫ് സംബന്ധിയായുള്ള സ്വത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുത്തത്, അതുപോലെ വിവാഹ സംബന്ധിയായി വലിയായി വരുന്ന ആള് മുന്നോട്ട് വരാതിരിക്കുമ്പോൾ പ്രതിവിധി നിർവചിച്ചത്, ധാരാളം വിഷയങ്ങൾ വെച്ചുള്ള ഫത്വ എന്തൊരു സന്തോഷമാണ് ഇന്നും നൽകുന്നത്. അവരുടെ ഇൽമ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഭാഗ്യം ചെറുതല്ല. ആ ഇൽമാണ് നമുക്ക്
നമുക്ക് ഏറെ ഖബറിൽ കിടന്ന് ആസ്വദിക്കാനുള്ളത്. എൻ്റെ അഭിവന്യരായ ഗുരുവര്യർ ഷെയ്ഖുനാ ചെറിയപ്പി ഉസ്താദ് കഴിഞ്ഞ ദിവസമാണ്, ഞായറാഴ്ച രാവിലെയാണ് ഉസ്താദ് വഫാത്തായത്. അള്ളാഹുടത്തേക്ക് ദറജയേറ്റി കൊടുക്കട്ടെ. അനുവദിച്ചില്ലാനം വർഷം വിജ്ഞാനത്തിന്റെ മേഖലയിൽ മാത്രം ജീവിച്ച് ശിഷ്യന്മാരെ വാർത്തെടുത്ത് ഗണ്ണന മണ്ണനങ്ങളിൽ നിറസാന്നിധ്യമായി ജ്വലിച്ച് മറുപടി പറയാൻ പറ്റാത്ത വിധം മറ്റുള്ള ആളുകൾക്ക് മുന്നിൽ ശരിയായ നിലക്ക് മറുപടി പറഞ്ഞ് അവരെ മനസ്സിനെ പോലും ഹക്കായ മാർഗത്തിൽ തറുവാക്കി വലിയ ബുദ്ധിയുടെയും വിജ്ഞാനത്തിന്റെയും ഉടമയായ ഉസ്താദ് അവർകൾ ജീവിതകാലം മുഴുക്കുകയും ഇൽമിന് വേണ്ടിയാണ് നീക്കിവെച്ചത്. പക്ഷേ സന്തോഷങ്ങൾ അനുഭവിക്കുകയാണ്. ഉസ്താദ് നൽകിയ മസലകൾക്കനുസരിച്ച്, ഫത്വകൾക്കനുസരിച്ച്, വിഷയങ്ങൾക്കനുസരിച്ച് ഇന്നും അമൽ ചെയ്യുന്നവർ ധാരാളമാണ്. ആ പണ്ഡിതന്മാരുടെ ഇൽമിന്റെ ഭംഗി സഹോദരങ്ങളെ മറ്റൊന്നിനും ലഭിക്കുകയില്ല. 10 കാര്യങ്ങൾ മരണാനന്തരം ബാക്കി നിൽക്കും. ഉമ്മമാരെ, സഹോദരങ്ങളെ, ആ 10 എണ്ണത്തിൽ ആദ്യം ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എണ്ണി പറഞ്ഞത് ഏതാണ്? ഉലൂമുൻ ബസ്സഹാ ഇദാ മാത ഇൻസാനുൻ ഇദാ മാത ഇബ്നു ആദമ കുല്ലി ഇദാ മാത ഇബ്നു ആദമ ലൈസ യജ്രി അലൈഹി മിൻ ഖിസാലിൻ ഗൈറു അശ്രി. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ 10 എണ്ണമല്ലാത്തത് മുഴുവനും നിലച്ചു പോകും. ആദ്യം എണ്ണിയത് ഉലൂമുൻ ബസ്സഹാ, അവനവൻ വിതരണം ചെയ്ത് വികസിപ്പിച്ചെടുത്ത വിജ്ഞാനങ്ങളാണ്. നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് ഗുരുവര്യന്മാരാകണമെന്ന് രക്ഷിതാക്കളോട്, ഉമ്മമാരോട് പറയാൻ കാരണം അതാണ്. ഓത്ത് പഠിപ്പിക്കേണ്ടത്, ശരിക്കത് കേൾക്കേണ്ടതും തെറ്റ് തിരുത്തേണ്ടതും ഉമ്മമാർക്കാണ് കൂടുതൽ സൗകര്യം അവർക്കാണ്. മദ്രസയിലെ ഉസ്താദുമാർക്ക് കുറഞ്ഞ സമയമേ ലഭിക്കുന്നുള്ളൂ. വീട്ടിൽ വന്ന് മക്കളെ ഓത്ത് കേൾക്കാൻ ഉമ്മമാരും സമയം കാണണം. സാന്ദർഭികമായി പറയട്ടെ, വേറെ ആരോടുള്ള എതിർപ്പ് കൊണ്ടാണ് എന്ന് വിചാരിക്കരുത്. അത് നേരത്തെ പറയാണ്. ഞാൻ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കും, അതുകൊണ്ടാണ് പറയുന്നത്. ഇത് ഓൺലൈനായി പോകുന്നോണ്ടേ തീർത്തും പറയേണ്ടത്. ആരോടുള്ള എതിർപ്പ് കൊണ്ടല്ല. അങ്ങനെ ആമുഖം പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഒരാളോടും എതിർപ്പില്ല, നല്ലത് നടത്തിക്കൊണ്ട്. പക്ഷേ ഉമ്മമാരോട്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് പ്രത്യേകിച്ചും ഞാൻ പറയട്ടെ, കുട്ടികൾ പഠിക്കുന്ന, അവരെ പഠനം കേൾക്കുന്ന, എഴുത്ത് നോക്കുന്ന, അവർ പുസ്തകങ്ങൾ വായിക്കുന്നത്, ഇൽമ് പഠിക്കുന്നത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ വേറെ ഒരു ശുഗലിലും ഏർപ്പെടരുത്. വേറെ ഒരു ശുഗലിലും ഏർപ്പെടരുത്. ഉമ്മമാർക്ക് വേഗം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറയുന്നത്. വേറെ ഒരു ശുഗലിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികളുടെ ഓത്ത് കേൾക്കാൻ കഴിയൂല, എഴുത്ത് നോക്കാൻ കഴിയൂല, വായിക്കുന്നത് നോക്കാൻ കഴിയൂല. അപ്പൊ നിങ്ങൾ ദിക്റിലാണെങ്കിൽ ദിക്റിൽ മുഴുകിയാൽ ഇത് കഴിയൂല. ആ ദിക്റിനേക്കാളും ശ്രേഷ്ഠത ഈ കുട്ടി ഓതുന്ന കേൾക്കലാണ്. ഞാൻ ആരും ദിക്റ് മുടക്കല്ല, ദിക്റൊക്കെ ധാരാളം നല്ല തന്നെ. പക്ഷെ അതിന് സമയവും സന്ദർഭമൊക്കെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഈ കുട്ടികൾ പഠിക്കുന്ന ഇശാ മഗ്‌രിബിന്റെ ആ ഒരു പ്രത്യേക സമയം, സുബഹിന്റെ സമയം, അപ്പൊ ദിക്റിലായിട്ട് അങ്ങനെ മുഴുകിയാൽ കുട്ടിയുടെ ഓത്താര് കേൾക്കും? കുട്ടി പറയും, ഉമ്മ എൻ്റെ ഓത്തൊന്ന് കേൾക്കണം. നീ അങ്ങ് ഓദിക്കും, അതൊക്കെ ശരിയായിക്കോളും. എന്ത് ശരിയായിക്കോളും? ഓത്ത് കേൾക്കണ്ടേ, പഠിപ്പിക്കണ്ടേ? രക്ഷിതാക്കളുടെ ബാപ്പുമ്മമാരുടെ കടമയാണ്, നിർബന്ധ ബാധ്യതയാണ് ഖുർആൻ പഠിപ്പിക്കൽ മക്കൾക്ക്. അല്ലിമു ഔലാദക്കും സലാസ്, 3 കാര്യങ്ങൾക്ക് മക്കൾക്ക് പഠിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോ മൂന്നാമതായി എണ്ണിയതാണ് ഖുർആൻ പഠനം. അത് കാര്യക്ഷമമാകണം. അല്ലെങ്കിൽ ധൈര്യപൂർവ്വം ഒരു കുട്ടിക്ക് ഖുർആൻ ഓതാൻ കഴിയില്ല. വലിയ ആളുകൾക്കിടയിലും കഴിയില്ല, ചെറിയ ആളുകൾക്കിടയിലും കഴിയില്ല. ബാപ്പാന്റെ ഖബറും പുറത്ത് വന്നിട്ട് പോലും ഒരു യാസീന്റെ ഏട് നോക്കിയിട്ട് യാസീൻ ഓതാൻ കഴിയില്ല, മടിയാണ്, തെറ്റിപ്പോകുന്നു കരുതിയിട്ട്. അപ്പൊ ഈ കുഞ്ഞിളം പ്രായത്തിൽ അവരത് പഠിക്കുമ്പോ ഉമ്മ എന്താ? ഉമ്മ വേറൊരു ദിക്റില്ല. എന്നാ സഹോദരി വേറൊരു ദിക്റില്ല. ബാപ്പ പിന്നെ പൊതുമേഖലയുമായിട്ട് ദീനിയ ഖിദ്മത്തും വന്നിട്ട് പുറത്താണ്. പിന്നെ ആരാ അത് പഠിപ്പിക്കാൻ? അതുകൊണ്ട് മാന്യ സഹോദരിമാരോട്, ഉമ്മമാരോട് പറയട്ടെ, ആ സമയം നീക്കി വെക്കുന്നത് പഠിപ്പിക്കാനാണ് ഏറ്റവും നല്ലത്. നമ്മൾ മാത്രം പഠിച്ചാ പോരാ, പഠിപ്പിക്കണം. തഅലീമുഹു ലില്ലാഹി ഖൈറു ഇബാദതി വഖിലാഫത്തിൻ വവിറാസത്തിൻ ഫതവസ്സലാ
സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ വജ്ഹി വിചാരിച്ച് ഇൽമു പഠിപ്പിക്കുന്നത് ഖൈറു ഇബാദത്തിൻ, ഏറ്റവും നല്ല ആരാധനയാണ്, വഖിലാഫത്തിൻ, ഏറ്റവും നല്ല പ്രാതിനിധ്യമാണ്. അല്ലാഹു നമ്മളെ ഭൂമിയിൽ പ്രതിനിധികളാക്കിയതിൽ നമ്മൾ സ്വീകരിക്കുന്ന ഏറ്റവും വലിയ പ്രാതിനിധ്യം തഅലീമുൽ ഇൽമാണ്. വവിറാസത്തിൻ, പണ്ഡിതന്മാരിൽ നിന്ന്, അവരുടെ ഉസ്താദുമാരിൽ നിന്ന്, അങ്ങനെ പോകുമ്പോൾ അമ്പിയാക്കളിൽ നിന്ന് ഏറ്റവും നല്ല രൂപത്തിൽ അനന്തരമെടുത്തതും ഇൽമിന്റെ അധ്യാപനമാണ്. അതുകൊണ്ട് ആ അധ്യാപന രംഗത്ത് നമ്മൾ മോശമായ അവസ്ഥ സ്വീകരിക്കരുത്, നന്നായി പഠിപ്പിക്കണം. ഉലമാ അങ്ങനെ നീങ്ങുമ്പോ അവര് പ്രചരിപ്പിച്ച ഇൽമുകളില്ലേ, അവർക്ക് വലിയ സമ്പത്തായി നിലക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ശിഷ്യന്മാരിങ്ങനെ കൈമാറി വന്ന ഖിദ്മകൾ സുബ്ഹാനല്ലാഹ് എത്രയാണ് വലിയ സന്തോഷത്തിന് ലഭിക്കുന്നത്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഗ്രന്ഥമായ ഫത്ഹുൽ മുഈൻ, ആ ഫത്ഹുൽ മുഈന് പിൽക്കാലത്ത് എത്ര വ്യാഖ്യാനങ്ങൾ വന്നു. പുതിയ വ്യാഖ്യാനങ്ങൾ പിന്നെയും ഒന്നുകൂടി വിശദമായി ഇങ്ങനെ വരുമ്പോൾ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു കിട്ടിക്കൊണ്ടിരിക്കുന്ന ലാഭം നിർവചിക്കാൻ കഴിയില്ല. ഉലൂമുൻ ബസ്സഹാ, അവനവനും വിതരണം ചെയ്ത വിജ്ഞാനങ്ങൾ, അത് വലിയ സമ്പത്താണ്, ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിലക്കാത്തൊരു അമലാണ്. ശേഷം പറയുന്ന 9 എണ്ണമുണ്ട്, അതിൽ ചിലതൊക്കെ കാലാവധി കുറച്ചു കഴിഞ്ഞാൽ തീർന്നു പോകും. രണ്ടാമത് എണ്ണുന്നത് മക്കളെയാണ്. ആ മക്കളെ കാലം കഴിഞ്ഞാൽ അത് അവസാനിച്ചു പോയി. പക്ഷേ ഇൽമങ്ങനെയല്ല, അത് പരമ്പരയായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കണ്ണിമുറിയാതെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ മുസ്ലിമും ബാക്കി നിൽക്കുന്നത് വരെ, അഥവാ 10 അടയാളങ്ങൾ ലോകത്ത് വന്ന്, 10 അടയാളങ്ങൾ, വലിയ അടയാളങ്ങൾ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട് യമനിൽ നിന്ന് പിന്നൊരു കാറ്റ് വരുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു തണുത്ത കാറ്റ് വരുമെന്ന്. ആ കാറ്റ് അടിച്ച് വീശലോടെ ഭൂമി ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും മരിച്ചു പിരിയും. പിന്നെ ഒരൊറ്റ മുഅ്മിനും ഭൂമിയിൽ ശേഷിക്കൂല. പിന്നെ ഭൂമിയിൽ ശേഷിക്കുന്ന ദുഷ്ടജനങ്ങൾ മാത്രമാണ്. വിശ്വാസമില്ലാത്ത ദുഷ്ടവിഭാഗം ആളുകൾ ഭൂമിയിൽ ബാക്കി നിൽക്കും. അവരിലാണ് ഖിയാമത്ത് നാൾ സംജാതമാകുന്നത്. അപ്പൊ അതിന് തൊട്ട് മുമ്പുള്ള സമയം വരെ കണ്ണിയായി മുറിയാതെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സന്തോഷമുള്ള അമലാണ് ഇൽമു പഠിപ്പിക്കുന്നതും അതിനുവേണ്ടി അധ്വാനിക്കുന്നതും അതിനുവേണ്ടി സഹായിക്കുന്നതും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഞാൻ എൻ്റെ സഹോദരന്മാരോട് പറയുന്നത്, പള്ളി ദർസിന്റെ നവോത്ഥാനത്തെ കുറിച്ച് പറയുമ്പോ നമുക്കും അതിലൊരു പങ്ക് വേണം. അള്ളാഹുവിന്റെ ദീനിനെ ശക്തിപ്പെടുത്തുന്നത് ഇൽമു കൊണ്ടാണ്. ഉലമാഇന് നല്ല സഹായം കൊടുക്കണം, മുതഅല്ലിമീങ്ങളെ നന്നായി വാർത്തെടുക്കണം. നമ്മിൽ നിന്ന് സ്വന്തമായിട്ടും മറ്റുള്ളവരിൽ നിന്നും മുതഅല്ലിമീങ്ങളെ വളർത്തിയെടുക്കണം. ഈ നാട് വലിയ ഭാഗ്യം സിദ്ധിച്ച നാടാണ്. ധാരാളം മുതഅല്ലിമുകൾ പഠിക്കുന്ന ഒരുപാട് ദർസുകളുള്ള നാടാണ്. അല്ലാഹു ആ ബർക്കത്ത് ദായിമാക്കി തരട്ടെ. ഒരുപാട് കാലം അതിന്റെ ബർക്കത്ത് അല്ലാഹു നിലനിർത്തി തരട്ടെ. കഴിഞ്ഞു പോയൊരു തലമുറയുണ്ട്, ഇതൊക്കെ കാണാൻ ആഗ്രഹിച്ചിരുന്നവർ. അവരുടെ ഖബറിടങ്ങളിലേക്ക് ഈ സന്തോഷം അല്ലാഹു എത്തിക്കുമാറാകട്ടെ. ഉസ്താദിന്റെ ദർശനം 13 കൊല്ലായി. അപ്പൊ ആ 1-ാം കൊല്ലത്തിലുള്ള പല ആൾക്കാരും വഫാത്തായി പോയി. സുബ്ഹാനല്ലാഹ്, അവർക്ക് എത്ര സന്തോഷത്തോടെ ഈ ദർസിന്റെ അഭിവൃദ്ധി ആഗ്രഹിച്ച ആളുകളാണ്, പുരോഗതി ആഗ്രഹിച്ചവരാണ്. എത്ര ആളുകൾ. അല്ലാഹു അവർക്കൊക്കെ ദർജയേറ്റി കൊടുക്കട്ടെ. അത് വലിയൊരു സന്തോഷമാണ്. ഒരു മുതഅല്ലിമിനെ നമ്മൾ വളർത്തിയാൽ ആ മുതഅല്ലിമിന്റെ പിന്നാലെ വരുന്നത്, അദ്ദേഹം ഒരു വലിയ ആലിമായി വളർന്നു വന്ന് പിന്നാലെ അങ്ങനെ വരുന്നത് ഒക്കെ ഇങ്ങനെ ശതമാനം കണക്കങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞതും അതിന്റെ ശേഷമുള്ളതും അതിനൊക്കെ ഒരു പങ്ക് എനിക്കുണ്ടല്ലോ എന്നൊരു വാക്കുണ്ട്. നാളെ ആഖിറത്തിൽ അങ്ങനെ ഒരു ചോദ്യമുണ്ടെന്ന് കാബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒരു നിലക്കും രക്ഷപ്പെടാൻ ചാൻസ് ഇല്ലാത്തൊരു മുസ്ലിമിനോട് അല്ലാഹു തആല ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു മുതഅല്ലിമിനെ ആലിമാക്കി വളർത്തിയിട്ടുണ്ടോ? ഇല്ല. എന്നാ പിന്നെ ആലിമീങ്ങളെ ഇൽമു പഠിപ്പിക്കുന്ന സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ടോ? അതുമില്ല. ഒരു ആലിമിനെ ശരിയായ നിലക്ക് ഭക്ഷണം കൊടുത്ത് മറ്റ് തീറ്റിപ്പോറ്റി ബഹുമാനിച്ചിട്ടുണ്ടോ? അതുമില്ല. ഖൽബ് കൊണ്ട് മഹബത്ത് വെച്ചിട്ടുണ്ടോ? അതുമില്ല. അവസാനത്തെ ചോദ്യം, നിന്റെ സുഹൃത്തുക്കൾ ഏതെങ്കിലും ആലിമുകളുമായി ബന്ധപ്പെടുന്ന ആളുകളായി നിന്റെ കൂട്ടുകാരുണ്ടോ? ആ
ആലിമീങ്ങളോട് ബന്ധമുള്ള കൂട്ടുകാരോട് നിനക്ക് ബന്ധമുണ്ടോ? അപ്പോഴാണ് ആ മുസ്ലിമായ മനുഷ്യൻ പറയുന്നത്, അതേ, ഡയറക്റ്റായുള്ള ബന്ധമല്ല, ബന്ധമുള്ളവരോടുള്ള ബന്ധമാണ്. ആ ബന്ധം പരിഗണിച്ചുകൊണ്ട് അല്ലാഹു തആല എന്നാൽ നിന്റെ കൂട്ടുകാരന് ബന്ധമുള്ള ആലിമിനെ വിളിച്ചോ, ആ ആലിമ് നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്താൽ നിന്നെ സ്വർഗത്തിലേക്ക് കടത്തിവിടാം. അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് ഇമാം ഖല്ലൂബി തങ്ങൾ നവാദിറിൽ കൊണ്ടുവന്നത് കാണാം. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയുന്നത്, നമുക്കും ഈ നവോത്ഥാനത്തിൽ ഒരു പങ്ക് വേണം. ഇനിയും ഈ വിഷയം പുരോഗതിപ്പെട്ട് വളരേണ്ടതുണ്ട്. കഴിഞ്ഞ കാലത്തെ പണ്ഡിതന്മാര് നമുക്ക് കൈമാറി തന്ന വിജ്ഞാനത്തിന്റെ മുറകൾ തെല്ലും ശോഷിക്കാത്ത രൂപത്തിൽ ഇനിയും നല്ലോണം പ്രസരിപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരിക്കട്ടെ, ശൈഖ് ജിലാനി റളിയല്ലാഹു അൻഹുവിന് ഇൽമു കൊണ്ട് അള്ളാഹു നൽകിയ ഭാഗ്യം ചെറുതല്ല, ജനങ്ങൾക്ക് നൽകിയ സമുദ്ധാരണം ചെറുതല്ല. 40 കൊല്ലം പറഞ്ഞപ്പോൾ കിട്ടിയ ലാഭം എത്ര വലുതാണ്. 40 കൊല്ലത്തിൽ നിന്ന് കുറഞ്ഞ വർഷം ചുരുക്കമുണ്ട്. ദർസ് നടത്തിയപ്പോൾ കിട്ടിയ ഭാഗ്യം എത്ര വലുതാണ്. സമൂഹത്തിലെ വലിയൊരു സമുദ്ധാരണമാണത്. ആ വാദിന്റെ മേഖലയിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന എണ്ണം പറയുന്നത് 70,000-ആണ്. ധാരാളം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. പക്ഷേ ആ വാദിന്റെ മേഖലയിൽ എതിർക്കാൻ വന്ന ആളുകളെയും തോൽപ്പിക്കാൻ വന്ന ആളുകളെയും ഇൽമു കൊണ്ട് മഹാനവറുകൾ പ്രതികരിച്ചുകൊണ്ട് പ്രതിരോധിച്ചുകൊണ്ട് ആ ജനങ്ങളെ പിന്നെയും മഹാനവറുകൾ നന്നാക്കി മാറ്റുകയാണ്. അവരെ മനസ്ഥിതിയും അവരെ സ്വഭാവവും നന്നാക്കുകയാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരും വലിയ പരിവർത്തനത്തിന് വിധേയമായി വലിയ ഇൽമുള്ളവരായി വീണ്ടും ഉയരുകയാണ്. വിദേഹത്തുകാരും ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ പരീക്ഷണത്തിന് വന്നിട്ടുണ്ട്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു സദസ്സിൽ പങ്കെടുത്ത വലിയ പണ്ഡിതനായ ശൈഖുൽ ഖുദ്വ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ മഹാനവറുകളുടെ മജ്ലിസിൽ പങ്കെടുത്തു. ഹിജ്റ 559 വർഷത്തിൽ അന്നതാ ഒരു സംഘം റാഫിദിയാക്കൾ 2 കൊട്ടയുമായി ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്നു. 2 കൊട്ട കൊണ്ടുവന്നു വെച്ചിട്ട് ആ 2 കൊട്ടയും ശരിക്ക് തുന്നി പിടിപ്പിച്ച് ഭദ്രമാക്കി തുറക്കാൻ കഴിയാത്ത വിധത്തിൽ ശരിക്കും അവർ പൂട്ടി വെച്ചിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ അവർ ഓട്ട വെച്ചിട്ടുണ്ട് ഉള്ളിലേക്ക് കാറ്റ് കടക്കാൻ വേണ്ടി. എന്നിട്ട് അവർ വന്നിട്ട് പറഞ്ഞു, 2 കൊട്ട കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു, കുല്ലന മാഫി ഹാതൈനിൽ ഖുഫതൈൻ, ഈ 2 കൊട്ടകളിൽ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തരണം. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. ആ കൊട്ടയിൽ ഒന്നിന്റെ മേലെ കൈവച്ചിട്ട് പറഞ്ഞു, ഫീ ഹാദിഹി സബിയ്യുൻ മുഖഅദുൻ, ഈ കൊട്ടക്കകത്തുള്ളത് തളർവാദം ബാധിച്ച ഒരു കുട്ടിയാണ്. മകൻ അബ്ദുർ റസാഖുൽ ജീലാനി തങ്ങളെ വിളിക്കുന്നു. ശൈഖ് ജീലാനി തങ്ങൾ, മോനെ അടുത്ത് വാ, ഈ കൊട്ടയൊന്ന് തുറക്കൂ, എന്നിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കൂ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന്. ആ കൊട്ട തുറന്നപ്പോൾ ശരിയാണ്, നടക്കാൻ കഴിയാത്ത ഒരു 2 കാലിനും സ്വാധീനമില്ലാത്തൊരു കുട്ടിയാണ് ആ കൊട്ടയുടെ അകത്തുള്ളത്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ആ കുട്ടിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, കും, എഴുന്നേറ്റ് നിൽക്ക്. കുട്ടി അങ്ങ് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് നടന്നങ്ങ് പോയിക്കോ. ഇതുവരെ നടക്കാത്ത കുട്ടിയെ നടത്തിക്കൊണ്ട് റാഫിലികൾക്ക് മുന്നിൽ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇൽമിന്റെ ആഴവും ബഹുമാനവും കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു തആല ഉലമാഇന് നൽകുന്ന കറാമത്ത് അത് മറ്റുള്ള ആളുകൾക്ക് വലിയ നവോത്ഥാനമാണ്. പ്രതികൂലികൾക്കും അനുകൂലികൾക്കും വലിയ സന്തോഷമാണ്. പ്രതികൂലികൾ അവരെ മനസ്സിന്റെ തെറ്റുകൾ തിരുത്തിയിട്ട് നന്നാകും. അനുകൂലികളോ അവരെ ഈമാനും ഇഖ്ലാസും ഒന്നുകൂടി വർദ്ധിക്കും. നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ അവർ അടിയുറച്ചു നിൽക്കും. ഇതിനാണ് ഉലമാഇന് ഔലിയാഇന് അല്ലാഹു കറാമത്ത് നൽകി ആദരിച്ചത്. അതിന്റെ തത്വങ്ങൾ പ്രധാനമായും ദീനിന്റെ പ്രസരമാണ് ലക്ഷ്യമുള്ളത്. ശൈഖ് ജീലാനി തങ്ങൾ മറ്റേ കൊട്ടയുടെ മുകളിൽ കൈവച്ചിട്ട് പറയുന്നു, ഫീ ഹാദിഹി സ്വബിയ്യുൻ ലാ അഹത ബിഹി, ഈ കൊട്ടയിൽ ഒരു അസുഖവും ഇല്ലാത്ത കുട്ടിയാണുള്ളത്. ഒരു അസുഖമുള്ള കുട്ടിക്ക് ഒരു രോഗവുമില്ല. നിങ്ങൾ എന്നെ പരീക്ഷിക്കാൻ കൊണ്ടുവന്നല്ലേ?
മകനോട് പറഞ്ഞു, മോനെ ആ കൊട്ട തുറക്കൂ. കൊട്ട തുറന്നപ്പോൾ ആ കുട്ടി എഴുന്നേറ്റു. എഴുന്നേൽക്കാൻ പറയാതെ തന്നെ എഴുന്നേറ്റു. നടക്കാൻ പോയപ്പോൾ ശൈഖ് ജീലാനി തങ്ങൾ ആ കുട്ടിയുടെ തലക്ക് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോഴത് ഇരിക്ക്, ഇനി മുതൽ അങ്ങ് ഇരുന്ന് ജീവിച്ചാൽ മതി. പിന്നെ നടത്തം നിലച്ചു. ഇതുകൊണ്ട് എന്താ ഉണ്ടായത്? ഫതാബു അനിർ റഫ്ലി, റാഫിലിസം എന്ന് പറയുന്ന ബിദ്അത്തിൽ നിന്ന് അവർ പശ്ചാത്തപിച്ചു മടങ്ങി. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു മുന്നിൽ വന്നവർ തൗബ ചെയ്തു. ഈ ഗംഭീരമായ സദസ്സിൽ കണ്ട ഈ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ അന്നത്തെ സദസ്സ് പിരിയുമ്പോ 3 ആളുകൾ അവിടെ മരിച്ചു വീണത് കാണാം. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ബഹുമാനങ്ങൾ സ്വീകരിച്ചു. അല്ലാഹ്, ഇനി ദുനിയാവിൽ ഞങ്ങൾക്ക് ജീവിതം വേണ്ട, ഞങ്ങളെ തൗബ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാകട്ടെ ഞങ്ങളുടെ മരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അവർ ദുആ ചെയ്തതിന്റെ ഫലമായി അള്ളാഹു മരണം നൽകിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഇൽമു കൊണ്ട് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു വരുത്തിയ മാറ്റങ്ങൾ ചെറുതല്ല. ഉലമായിനെ നന്നായി ബഹുമാനിക്കണം, ഉലമായിന് വലിയ പിന്തുണ നൽകണം. ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ മാസമല്ലേ, ബറക്കത്തിന് വേണ്ടി മഹാനവറുകളുടെ ഒരു ഉദ്ധരണി ഞാൻ ഉദ്ധരിക്കട്ടെ. വലിയ ബഹുമാനം കൊണ്ട് കേളികേട്ട, കറാമത്ത് കൊണ്ട് കേളികേട്ട മഹാനവറുകളാണ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ഏകദേശം ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ച് ആ മഹാനുഭാവന്റെ ബഹുമാനം സമ്മതിച്ച മഹാനാണ്. ഉമ്മു അബീദ ഗ്രാമത്തിൽ വെച്ച് ശിഷ്യന്മാർക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ദർസിനിടയിലാണ് തല ഇങ്ങനെ ചാച്ചിയിട്ട് പറഞ്ഞത്, താഴ്ത്തി വെച്ചിട്ട് പറഞ്ഞത്, ഉഹൈമിദു മിൻഹും, ഈ ചെറിയ അഹ്മദും അവരിൽപ്പെട്ട ആളാണ്. ഉഹൈമിദു മിൻഹും, ഈ ചെറിയ അഹ്മദും അവരിൽപ്പെട്ട ആളാണ്. ശിഷ്യഗണങ്ങൾ ചോദിച്ചു, എന്താണ് ഉസ്താദേ? ഇന്ന് ബഗ്ദാദിൽ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ഇതിനോടുകൂടെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ സമ്മതപ്രകാരം, അനുവാദപ്രകാരം, ഖദമീ ഹാദിഹി അലാ റഖബതി കുല്ലി വലിയിൻ, അള്ളാഹു എനിക്ക് നൽകുന്ന സ്ഥാനം ഇനി ശേഷം വരാനിരിക്കുന്ന എല്ലാ ഔലിയാക്കളുടെയും മുകളിലാണ്. ആ വിഷയം പറഞ്ഞപ്പോഴേക്ക് തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഔലിയാക്കൾ അത് സമ്മതിച്ചുകൊണ്ട് തലതാഴ്ത്തി കൊടുത്തിട്ടുണ്ട്. ഞാനും അതിൽപ്പെട്ട ആളാണ്, ഞാനും ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. പുറത്തുള്ള ധാരാളം അദൃശ്യ ലോകത്തുള്ള പണ്ഡിതന്മാരും അങ്ങനെ സമ്മതിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാനതിന് സമ്മതം പറഞ്ഞതാണ്. ആ മഹാനുഭാവന്റെ ഒരു വസിയ്യത്ത്, അള്ളിമൂ ശഅനൽ ഫുഖഹാഇ വൽ ഉലമാ, പണ്ഡിതന്മാരുടെയും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെയും ബഹുമാനം നിങ്ങൾ നന്നായി സ്വീകരിക്കണം. കതഅളീമുകും ശഅനൽ ഔലിയാഇ വൽ ഉറഫാ, ആത്മജ്ഞാനികളെ നിങ്ങൾ ബഹുമാനിക്കും പോലെ ഉലമാഇനെ ബഹുമാനിക്കണം. പണ്ഡിതന്മാരെ നന്നായി ബഹുമാനിക്കണം. ഓരോ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരെയും ബഹുമാനിക്കണം. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഫൈന ത്വരീഖ വാഹിദുൻ, ഔലിയാക്കളുടെയും ഉലമാഇന്റെയും ത്വരീഖ് ഒന്ന് തന്നെയാണ്. രണ്ടും രണ്ട് ത്വരീഖല്ല, രണ്ട് ത്വരീഖും ഒന്നാണ്. വഹഉലാഇ ഖുറാതു ളാഹിരി ശരീഅത്തി വഹമലതു അഹ്കാമിഹാ, ഈ ഫുഖഹാഉം ഉലമാഉമില്ലേ, അവർ ശരീഅത്തിന്റെ, ളാഹിറു ശരീഅത്തിന്റെ വാഹകരാണ്, അനന്തരഗാമികളാണ്. അവരെ നന്നായി ബഹുമാനിക്കണം. അവരാ ശരീഅത്തിന്റെ ഇൽമു ജനങ്ങൾക്ക് പഠിപ്പിക്കുന്നു. ആ ശരീഅത്തിലൂടെ അല്ലാഹുവിലേക്ക് ജനങ്ങളെ ബന്ധിപ്പിക്കുന്നു. ഇതിലാ ഫായിദത ബിസ്സഈ വൽ അമലി അലാ ത്വരീഖിൽ മുഗായിരി ലിശ്ശറഈ, ശറഈനോട് എതിരായ, ശരീഅത്തിനോട് എതിരായ ഒരു വഴിക്കും ഒരു നേട്ടവുമില്ല. ശരീഅത്ത് സ്വീകരിക്കാതെ ചുളിഞ്ഞ വഴികൾ സ്വീകരിച്ച് കുടുങ്ങുന്ന ഒരുപാട് സാധുക്കളുണ്ട്, സഹോദരങ്ങളും സഹോദരിമാരും. അള്ളാഹു അവർക്ക് ഹിദായത്തേറ്റി കൊടുക്കട്ടെ. ഞാൻ ദിക്ർ സ്വീകരിച്ച ശൈഖ് എന്നോട് പറഞ്ഞ, റമളാൻ മാസത്തിൽ ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ആളുകൾ കാണാതിരുന്നാൽ മതി, ജനങ്ങളുടെ കണ്ണിൽ നിന്നൊന്ന് മറഞ്ഞ രൂപത്തിൽ. അപ്പൊ പിന്നെ റമളാൻ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ വെടിഞ്ഞ് നല്ല മാർഗത്തിൽ എങ്ങനെ ജീവിക്കുക. അതുകൊണ്ട് അന്നപാനീയങ്ങളൊന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് ഒരു ശൈഖ് പറയുമ്പോൾ ഇൽമു കുറഞ്ഞ സാധുക്കൾ അത് സ്വീകരിക്കുകയാണ്. ആ ശൈഖാണല്ലോ ദിക്ർ തന്നത്.
ആ ഷെയ്ഖാണല്ലോ എനിക്ക് ഉപദേശം തന്നത്. രാത്രി സ്വപ്നത്തിൽ വന്ന് എന്നെ വിളിച്ചുണർത്തിയത്. എത്ര സ്വപ്നത്തിൽ വന്ന് വിളിച്ചുണർത്തിയാലും ശരീഅത്തിന് എതിരായ ഒരു വിഷയമാണ് ഒരു ഷെയ്ഖ് പറയുന്നത്, അപ്പ സലാം പറഞ്ഞേക്കണം, അസ്സലാമു അലൈക്കും, ഇനി നാളെ പിന്നെ കാണാം. നിങ്ങൾ നന്നായിട്ട് ശരീഅത്തൊക്കെ ഉൾക്കൊള്ളുന്ന സമയത്ത് കാണാം. പിന്നെ ആളെ പിന്നാലെ കൂടിപ്പോയാൽ എല്ലാ വിശ്വാസങ്ങളും പിഴച്ചു പോകും. അതുകൊണ്ടാണ് റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ശരീഅത്തിനോട് എതിരായ ഒരു അധ്വാനത്തിനൊരു നേട്ടവുമില്ല, ഒരു കർമ്മത്തിനും ഒരു കാര്യവുമില്ല. നമ്മുടെ ഉലമാ തള്ളിയ ഒരു വിഭാഗം, പേരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അവരെ വിഷയം നോക്ക് നിങ്ങൾ. അവര് പറയുന്നു, ഖുർആനൊന്നും സാധാരണ എല്ലാവരും ഓതുന്നത് പോലെ ആഴ്ചയിലും രണ്ടാഴ്ചയിലും മാസത്തിലും ഖത്മോദി തീർക്കേണ്ട ഒന്നല്ല. സുബ്ഹാനല്ലാഹ്, 40 ദിവസം ഖുർആനിന്റെ ഖത്മ് പിന്തിക്കുന്നത് കറാഹത്താണെന്ന് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നു. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആ മസ്അല പഠിപ്പിച്ചു തരുന്നു. ഇങ്ങനെ ഖുർആൻ ഖത്മ് തീർക്കണമെന്ന് പറയുമ്പോൾ പുതിയ വാദക്കാരായ കക്ഷികൾ പറയുന്നു, ഖുർആൻ അങ്ങനെ ഓതേണ്ട ഒന്നല്ല. അപ്പൊ കേൾക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്നു, പിന്നെ എങ്ങനെ ഓതണം? ഖുർആനിന്റെ അന്തർധാരകളൊക്കെ മനസ്സിലാക്കി അർത്ഥങ്ങളൊക്കെ ഉൾക്കൊണ്ട് നല്ലോണം ചിന്തിച്ച് മനസ്സിലാക്കി ഓതണം. എന്നിട്ട് ക്ലാസ് എടുക്കുന്ന വിദ്വാൻ പറയാൻ, ഞാൻ അയാളെ വിദ്വാൻ എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ ജനങ്ങളോട് പറയാൻ പാടില്ല. ഖുർആൻ ഓതണ്ട, ഖത്മ് തീർക്കണ്ട എന്ന് ആളുകളോട് പറയേണ്ടത്. ധാരാളം ഖത്മ് തീർക്കാനല്ലേ പറയേണ്ടത്? എന്നും ഖുർആൻ ഓതാനല്ലേ പറയേണ്ടത്? ഖുർആനിന്റെ ആദാബുകളൊക്കെ വിശദീകരിച്ച് ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു, അത്തിബിയാൻ ബി ആദാബി ഹമലത്തുൽ ഖുർആൻ. അതിൽ മഹാനവറുകൾ പറയുന്നു, മുൻഗാമികൾ ഖുർആൻ ഖത്മ് തീർത്ത ദിവസത്തിന്റെ കണക്ക് പറഞ്ഞിട്ട് പറയുന്നു, ഏറ്റവും കൂടുതൽ ഒരു മുഅ്മിനായ മനുഷ്യൻ പരിഗണിക്കേണ്ടത് ഖുർആനിനോടുള്ള ബന്ധമാണ്, ആണും പെണ്ണും. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, സ്വഹാബത്തിന്റെ നിലപാട്, വകാനൂ യക്റഹൂന അൻ യഖ്റുജ യൗമുൻ ലം യുൻദർ ഫിൽ മുസ്ഹഫി, മുസ്ഹഫിൽ നോക്കാത്ത ഒരു ദിവസം കഴിഞ്ഞു പോകുന്നത് സ്വഹാബത്തിന് വെറുപ്പായിരുന്നു. എല്ലാ ദിവസവും അവർ മുസ്ഹഫ് നോക്കി ഖുർആൻ ഓതുന്നവരാണ്. സഹോദരങ്ങളെ, അത്രയും വലിയ ബന്ധമാണ് ഔലിയാക്കളിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള സ്വഹാബത്തിന്. അപ്പൊ പിന്നെ എല്ലാവരും ഓതും പോലെ ആഴ്ചയിലും മാസത്തിലും ഖത്മൊന്നും തീർക്കണ്ട എന്ന് പറയുന്നത് ആ സ്വഹാബത്ത് സ്വീകരിച്ച ദീനിനെതിരാണ്, താബിയുകൾ സ്വീകരിച്ച ദീനിനെതിരാണ്, തബഉ താബിയുകൾ സ്വീകരിച്ച ദീനിനെതിരാണ്, ഇന്ന് വരെയുള്ള ഉലമാ സ്വീകരിച്ച ദീനിനെതിരാണ്. അത് ഉൾക്കൊള്ളാനും പിൻപറ്റാനും പറ്റില്ല. കേൾക്കുന്ന ആൾക്കാരോട് പറയാണ്, ഞാൻ ഈ സദസ്സിൽ വെച്ച് ഒരായത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ, ആ ആയത്തിന്റെ അർത്ഥങ്ങളെ മനസ്സിൽ ഉൾക്കൊണ്ടല്ലോ, ഇനി ആ ആയത്ത് അങ്ങനെ ഓതിയാൽ മതി. അടുത്ത ആയത്ത് പഠിക്കുമ്പോൾ അതും അർത്ഥം ചിന്തിച്ച് അങ്ങനെ ഓതുക. അങ്ങനെ ആകുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളൊക്കെ പഠിച്ച ഒരാൾ കാലാവധി തീർക്കാൻ വേണ്ടി കാത്തിരുന്നാൽ എന്താണ് അയാൾ ഖത്മൊന്ന് ഓതി തീർക്കുക? അപ്പൊ ചോദിച്ചു ഒരാള്, കൂട്ടത്തിൽ ചോദ്യമൊക്കെ വരുമല്ലോ, അപ്പൊ നിസ്കാരത്തിൽ ഖത്മ് തീർക്കുന്നതോ? അപ്പൊ വിദ്വാൻ പറഞ്ഞു, നിസ്കാരം വേറെ, നിസ്കാരത്തിൽ തീർക്കുക, കുഴപ്പമൊന്നുമില്ലാന്നോ. കണ്ടോ നിങ്ങൾ, നേരത്തെ പറഞ്ഞ അല്പജ്ഞാനത്തിന്റെ കൂടെ വീണ്ടും ജ്ഞാനക്കുറവ് കൂടി വരുമ്പോ അങ്ങനെ മറുപടി പറയേണ്ടി വരും. ഖുർആന് നിസ്കാരത്തിൽ ഖത്മ് തീർക്കൽ ഏറ്റവും ഉത്തമമായ കാര്യമാണ്. അല്ലാത്ത സന്ദർഭങ്ങളിലും ഖത്മ് ധാരാളം തീർക്കണം. ഒരു ദിവസം മുസ്ഹഫിലേക്ക് നോക്കാതിരിക്കുക സ്വഹാബത്തിന് വെറുപ്പാണ്. നമ്മളെ പോലെ ഈ സന്ദർഭത്തിലുള്ള കോപ്പി പോലെ കോപ്പികൾ അവരുടെ കാലത്തില്ല. പലതും അവർ എഴുതി വെച്ചതാണ് പലകകളിലും തോലുകളിലും മരക്കഷ്ണങ്ങളിലൊക്കെ. എന്നിട്ടും അത് നോക്കിയിട്ട് ഖുർആൻ ഓതുന്നവരാണ്. ഒരു ദിവസം നോക്കാതെ പോകുന്നത് അവർക്ക് സഹിക്കാൻ പറ്റൂല. അവിടെയാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നത്, ജനാബത്തുള്ള മനുഷ്യൻ ആണാകട്ടെ പെണ്ണാകട്ടെ ഖുർആനിനോടുള്ള ബന്ധം വിട്ടേക്കരുത്. അവർ ഖുർആനിലേക്ക് നോക്കണം. നാവ് കൊണ്ട് അവർ ഓതരുത്, കൈ കൊണ്ട് സ്പർശിക്കരുത്, ഖൽബിലൂടെ ഖുർആൻ അങ്ങനെ ഒന്ന് നടത്തണം. എന്നാലും ആ ബന്ധം വിടാൻ പറ്റൂല. ഇത്രത്തോളം വലിയ ബന്ധം വിശുദ്ധ ഖുർആനിനോടൊരു മുസ്ലിമിന് വേണം, ആണിനും വേണം പെണ്ണിനും വേണം എന്ന് പറയുമ്പോൾ എത്രമാത്രം വലിയ ബന്ധമാണ്. ഖുർആനിന്റെ ഖത്മിന്റെ സദസ്സുകൾ തെരഞ്ഞു നടന്നിരുന്ന മഹാനുഭാവനല്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു. മക്കളെയും കൂട്ടിയിട്ട് ഖത്മുൽ ഖുർആനിന്റെ സദസ്സിൽ പോയി സംബന്ധിച്ച് പ്രാർത്ഥന നടത്തുമായിരുന്നു. കാരണം ഖുർആൻ ഖത്മ് തീർക്കുന്ന മജ്ലിസ് ദുആഇ
ദുആഇന് ഉത്തരമുള്ള മജ്ലിസാണെന്നതിൽ സംശയമില്ല. അങ്ങനത്തെ ജൽപ്പനങ്ങളാണ് പുതിയ പുതിയ ആളുകൾ ഇങ്ങനെ കണ്ടെത്തി പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ പോയിപ്പെടാണ് സാധുക്കളായ കുറേ ആളുകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമിന്റെ മേഖലയിൽ നമ്മൾ ഉണർന്നു നന്നാകണം. ധാരാളം ഇൽമു പഠിക്കണം. ആ ഇൽമു കൊണ്ട് നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നന്നാക്കണം, നമ്മുടെ കുടുംബത്തെ നന്നാക്കണം, സമൂഹത്തെ നന്നാക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഉലമാക്കളുടെ ഇൽമിന്റെ വിജ്ഞാനത്തിന്റെ അതിൻ്റെ പ്രചരണത്തിനും പ്രസരണത്തിനുമുള്ള മാർഗങ്ങൾ വർദ്ധിക്കുന്നതുകൊണ്ട് നമ്മുടെ നാടിന് എന്നും സമാധാനമാണ്. നിറയെ നിൽക്കുന്ന ഉലമാ പണ്ഡിതന്മാർ മുതഅല്ലിമുകൾ അവരെപ്പോഴും വലിയ സന്തോഷമാണ്. ആ മുതഅല്ലിമുകൾക്ക് ഉലമാക്കൾക്ക് ഖിദ്മത്തെടുത്ത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖൈറാകുന്ന പ്രവർത്തനങ്ങൾ നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ധാരാളം ഇൽമു ശിഷ്യന്മാർക്ക് കൈമാറിയിട്ട് ആ ഇൽമു മുറുകെ പിടിച്ച് ജീവിക്കാൻ പറഞ്ഞതുപോലെ എല്ലാ കാലഘട്ടത്തിലുമുള്ള ഉലമാക്കൾ അവരവരവരുടെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഇൽമ് അനുധാവനം ചെയ്ത് ജീവിക്കണമെന്നും ഈ ഇൽമിന് എതിരായിട്ടുള്ള വാഗ്വാദങ്ങളും വിഷയങ്ങളും വരുമ്പോ സലക്ഷ്യം സമർത്ഥിച്ച് ഗണ്ണിച്ച് അള്ളാഹുവിന്റെ ദീന് നിലനിർത്തണമെന്നും പണ്ഡിതന്മാര് നമുക്ക് നൽകിയ നിർദ്ദേശമാണ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ആകട്ടെ, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ആകട്ടെ, മറ്റു അഖ്താബുകളും അയിമ്മത്തുകളുമൊക്കെ അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമ് നന്നായി പഠിച്ച് അടുത്ത സമൂഹത്തിനത് കൈമാറണമെന്ന് ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുമ്പോ ഈ ദീനിൽ ഇല്ലാത്തത് കൂട്ടിക്കടത്തിയിട്ട് ആളുകൾ വരുമ്പോ നിങ്ങൾ ശക്തിയുക്തം പ്രതിരോധിക്കണം. നിങ്ങൾക്കുള്ള സഹായം അല്ലാഹുവാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ടൊരു മടിയും നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അഹ്ലുൽ ഇൽമ് ഇവിടെ വലിയ നവോത്ഥാനം നടത്തിയവരാണ്. അള്ളാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിച്ച് അറിവില്ലാത്ത കാര്യങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത് അവരെ ഈമാനും ഇഖ്ലാസും നന്നാക്കിയെടുത്തു. നന്നാകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഗ്രന്ഥങ്ങൾ അവർ രചിച്ചു തന്നു. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ അദ്കിയ, ഹിദായത്തുൽ അദ്കിയ ഇലാ ത്വരീഖിൽ ഔലിയാ. സുബ്ഹാനല്ലാഹ്, ഏതൊരു സഹോദരനും സഹോദരിക്കും ആത്മീയ മേഖലയിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വലിയ വസിയ്യത്തുകളാണ്. ആ വസിയ്യത്തുകൾ പാലിച്ച് ജീവിതം ക്രമീകരിക്കുന്ന ഒരു മനുഷ്യൻ തെറ്റിപ്പോകാൻ ചാൻസ് ഇല്ല. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ, വൈകുന്നേരം കഴിഞ്ഞിട്ട് രാവിലെ വരെ നിത്യജീവിതത്തിൽ സ്വീകരിക്കേണ്ട മുറകൾ ഒന്നും വിടാതെ മഹാനവറുകൾ എണ്ണി എണ്ണി പഠിപ്പിക്കുന്നു. ആദ്യമായി മഹാനവറുകൾ നമ്മളോട് പറയുന്നത്, അതേ ഈ ചെറിയ ദുനിയാവിൽ അവസാനത്തേക്ക് കാത്തു നിൽക്കാതെ പശ്ചാത്താപ ബോധത്തോടെ ജീവിക്കണം. ഔലിയാക്കളെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്ന, ഉലമാഇന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ സ്വീകരിക്കേണ്ട ആദാബുകൾ എണ്ണി പറഞ്ഞപ്പോ ആദ്യം മഹാനവറുകൾ എണ്ണി പറഞ്ഞത് അത്തൗബത്തു, പശ്ചാത്താപമാണ്. നമ്മളാളുകൾക്ക് പൊതുവെ ഒരു ധാരണ ഉണ്ട്, തൗബ എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സെക്കൻഡിൽ നിർവഹിക്കേണ്ടതാണ്. അല്ല, തൗബ വളരെ നേരത്തെ നിർവഹിക്കേണ്ടതാണ്. തൗബ എത്ര നേരത്തെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും നല്ല സുഖജീവിതം തരുന്നതാണ് അല്ലാഹു തആല പറഞ്ഞത്. റബ്ബിന് നിങ്ങൾ തൗബ ചെയ്യണം. യുമത്തിയുക്കും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മാ. തൗബ ചെയ്തിട്ട് അല്ലാഹ് നിങ്ങളെ തൗബ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നല്ല സുഖകരമായ ജീവിതം തരും. യുമത്തിയുക്കും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മ, നിശ്ചിത അവധി വരെ നല്ല റാഹത്തുള്ള, ഐശ്വര്യമുള്ള, മനസ്സമാധാനമുള്ള, മക്കളിൽ സന്തോഷമുള്ള നല്ല ജീവിതം തരും. അതുകൊണ്ട് തൗബ നേരത്തെ ചെയ്യണം. തൗബയാണ് ആദ്യ പടിയായി മഹാനവറുകൾ പഠിപ്പിക്കുന്നത്. തൗബ ചെയ്തൊരു മനുഷ്യൻ പിന്നീടും തെറ്റിയാലോ, വഴിതെറ്റിപ്പോയാലോ, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാറിപ്പോകണ്ട. ഫൈനിബ്തുലീത ബിഗഫ്ലത്തിൻ ഔ സുഹ്ബത്തിൻ ഫീ മജ്ലിസിൻ ഫതദാറകന്ന മുഹർവിലാ. ഏതെങ്കിലും ഇരിക്കാൻ പറ്റാത്ത ചങ്ങാതിയുടെ കൂടെ നീ പോയിരുന്നിട്ട് അവന്റെ സംസാരം കേട്ടിട്ടോ സമ്പർക്കം കൊണ്ടോ നിനക്ക് വല്ല കേടും വന്നാൽ, അല്ലെങ്കിൽ അറിവില്ലാതെ അശ്രദ്ധയിൽ നീ എങ്ങനെ പോയി പെട്ടാൽ, പെട്ടെന്ന് നിന്റെ മനസ്സിനെ നീ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് പെട്ടെന്ന്
തന്നെ നീ പഴയതുപോലെ തൗബ ചെയ്തിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് നീ മടങ്ങണം. ആ തൗബ നല്ല നിലക്ക് നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ ശേഷം പറയുന്നുണ്ട് 9 നിർദ്ദേശങ്ങൾ. ആ 9 നിർദ്ദേശങ്ങൾ നിത്യജീവിതത്തിൽ അനുദിനം അത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയാൽ ഒരു മനുഷ്യനും ഒരു നട്ടവും വരാനില്ല. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മസ്അല മാത്രമല്ല പഠിപ്പിച്ചത്, വിശ്വാസ രംഗത്തുള്ള വിഷയങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്, ആത്മീയ രംഗത്തുള്ള വിഷയങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. സമരമുഖത്ത് എങ്ങനെയാണ് ജ്വലിച്ചു നിൽക്കേണ്ടത് എന്നതിൻ്റെ മാർഗനിർദ്ദേശങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മുസ്ലിമായതിൻ്റെ പേരിൽ നിങ്ങളോട് കലഹം ചെയ്യാൻ ആളുകൾ വന്നാൽ കാണുന്ന മുസ്ലിങ്ങളെ മുഴുവനും തുരത്തി ഓടിക്കാനല്ല, ജീവിക്കാൻ അനുവദിക്കാതെ മുസ്ലിമായതിൻ്റെ പേരിൽ ശത്രുക്കളായ ആളുകൾ രംഗപ്രവേശനം ചെയ്താൽ സമരമുഖത്ത് എങ്ങനെയാണ് ഉറച്ചു നിൽക്കേണ്ടത്, അതിനെന്തെല്ലാമാണ് സ്വീകരിക്കേണ്ടത്, അതിനും മഹാനവറുകൾ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ കാലത്തെ പണ്ഡിതന്മാര് നടത്തിയ വിപ്ലവങ്ങളാണ്. നമ്മൾ ആ മാറ്റങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഇൽമു നന്നായി സ്വീകരിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലായി മുന്നോട്ട് നീങ്ങണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഇൽമു പഠിപ്പിച്ച് തന്ന ഗുരുനാഥന്മാർ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. മൺമറഞ്ഞു പോയ ഉലമാക്കൾ, ഇൽമിന്റെ വഴിയിൽ നമ്മളെ സഹായിച്ചവർ, സഹകരിച്ചവർ, ഭക്ഷണം നൽകിയവർ എല്ലാവർക്കും അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരുടെ എല്ലാവിധ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ. സല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം.